50 ദിവസം നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നൊരു കുഞ്ഞ് വിഷയമുണ്ട്. അത് വേദപുസ്തകത്തിലെ ഏറ്റവും കഠിനമായൊരു ഭാഗമാണ്. മാത്യു 7:22-24. എന്താണത്? അന്തിമ ദിനങ്ങളിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, ഞാൻ നിന്റെ നാമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, രോഗശാന്തി കൊടുത്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭൂതോച്ചാടനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് പറയും, ഞാൻ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷിലത് വളരെ ഷാർപ്പാണ്. ഐ നെവർ ന്യൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചെന്നാൽ ഇപ്പോഴെന്നല്ല, ഒരു ഘട്ടത്തിലും അറിഞ്ഞിട്ടില്ല. എന്തുമാത്രം നിങ്ങൾക്കതൊരു നടുക്കം തരുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതെനിക്ക് തരുന്ന ഭാരം കഠിനമാണ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കണക്ക് ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ആശ്രമത്തിൽ ചേരുക. കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ഇങ്ങനെ 15 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇപ്പം എനിക്കൊരു 56 വയസ്സൊക്കെ ആവുന്നുണ്ട്. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെ സ്വയം വിചാരിച്ച് ഒടുവിൽ ഒരു മധ്യവയസ്സിലെത്തുമ്പോൾ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്: എനിക്കറിയാമെന്ന് കരുതുന്ന ഇയാൾക്ക് എന്നെ അറിയാവോ? ഇല്ലെങ്കിലോ? ഇപ്പം ചവിട്ടി നിൽക്കുന്ന ഒരിത്തിരി മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നു, പിടിച്ച ഒറ്റ കമ്പ് ഒടിഞ്ഞു പോകുന്നു. ഇതെനിക്ക് നൽകിയ ആ ഒരു ആന്തരിക സംഘർഷം എന്നെ കൊടിയ വിഷാദത്തിലേക്ക് പോലും എന്നെ കൊണ്ട് എത്തിച്ചു. അതിനകത്തു നിന്നൊക്കെ ഈ കഷ്ടിച്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പം പ്രശ്നം ഇതാണ്: നമുക്കറിയാമെന്ന് കരുതുന്ന ഈ ആൾക്ക് നമ്മളെ അറിയാവോ? പൊതുവെ നമ്മൾ ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ കരുതുന്നത് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കേൾക്കാനും വേണ്ടിയാണ്. യേശുവിനെക്കുറിച്ച് ഈ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഇനി എന്താ അറിയാനുള്ളത്? അതൊരു സാച്ചുറേറ്റഡ് പോയിന്റാണ്. നമുക്ക് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ആ ഒരു ത്രസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാൽ നല്ലതായിരിക്കും. യേശുവിന് നമ്മളെ അറിയാവോ? ഇല്ലെങ്കിലോ? ഒരു സാധാരണ ജീവിതത്തിൽ പോലും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പൊതുവേദിയിൽ വെച്ച് ഒരമ്മ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ കൈക്ക് പിടിച്ച് വർത്താനം ആരംഭിക്കുകയും ഇവിടെ പൊട്ടബുദ്ധിയിൽ എത്ര ഓർത്തിട്ട് അമ്മയെ കിട്ടണില്ല. ആ പരുങ്ങൽ മനസ്സിലാക്കിയ ബുദ്ധിമതിയായ സ്ത്രീ ഒന്നിങ്ങനെ നോക്കിയിട്ട് പിൻവാങ്ങുകയും ചെയ്തു. പിന്നീട് ഓർത്തെടുക്കുമ്പോൾ ഒരു തരത്തിലും വിട്ടുപോകാൻ പാടാത്ത ഒരാളായിരുന്നു. എങ്ങനെയോ തലേന്ന് പോയി. പിന്നീട് പലയിടങ്ങളിലും വെച്ച് ഞാൻ ഈ അമ്മയെ കാണുന്നുണ്ട്, എനിക്ക് അവരോട് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം പോലും സൃഷ്ടിക്കാതെ ഒരു ഭംഗിയായിട്ട് ഒഴിഞ്ഞു മാറുന്നു. ഒരു സാധാരണ ജീവിതത്തിൽ പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല നമുക്കറിയാമെന്ന് കരുതുന്ന ഒരാൾ നമ്മളറിയാതെ പോവുക. കാര്യങ്ങളിങ്ങനെ നീട്ടിയും പരത്തിയും കൊണ്ടുപോകാതെ നമുക്കൊന്ന് ഏകാഗ്രമാക്കാം. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇയാൾക്ക് നമ്മളറിയാവോ? ഇല്ലെങ്കിലോ? എവിടെയാ പാളിയത്? പക്വതയുള്ള മനുഷ്യൻ നിലയിൽ, ഇൻ്റലിജൻ്റായ മനുഷ്യൻ നിലയിൽ നമുക്കതൊന്ന് ഓർത്തെടുക്കേണ്ട ബാധ്യതയില്ലേ? എന്താ നമുക്കറിയാമെന്ന് പറയുന്ന ഒരാൾ നമ്മളെ അറിയാത്തത്? എനിക്ക് തോന്നുന്നു ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഒരു ശരീരഭാഷയുടെ പ്രശ്നമുണ്ട്. പക്ഷെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-300 പേര് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ കൊള്ളാമെന്നൊരു വാക്ക് പറയുമ്പോൾ ലോകത്ത് എല്ലായിടത്തും ഒറ്റർത്ഥമേ ഉള്ളൂ, കൊള്ളാം. പക്ഷെ 300 പേര് കൊള്ളാമെന്ന് പറയുമ്പോൾ 300 അർത്ഥമാണ്. കൂടെ നിരാശയിലൊക്കെ മനുഷ്യത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കൊള്ളാം എന്തൊരു വിപരീതാർത്ഥമാണല്ലേ. ഇതിന് നമ്മൾ വിളിക്കുന്ന വാക്കാണ് എന്ത്? ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്. ബോഡി ക്യാൻ നൗ ബിട്രേ. നമുക്ക് ശരീരം കൊണ്ട് മാത്രം ആരെയും ഒന്നിനെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. ദുഃഖമില്ലെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പൂനിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ ദുഃഖമുണ്ട്. മമതകളില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരം പറയുന്നുണ്ട് അങ്ങനെയല്ല. അപ്പം ശരീരം കൊണ്ട് മാത്രം നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ മൈക്രോ മൂമെൻറ്റ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ് അയാളുടെ സന്തോഷം പെട്ടെന്ന് മങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണ് നിറഞ്ഞത്?
അപ്പം മനുഷ്യർക്ക് ശരീരഭാഷയുള്ളത് കണക്ക് വേദപുസ്തകത്തിന് ശരീരഭാഷയുണ്ട്. ആ ശരീരഭാഷയിലാണ് നമ്മുടെ മെഡിറ്റേഷനൊക്കെ നടക്കുന്നത്. നമ്മളതിനെ വിളിക്കുന്ന വാക്ക് ടെക്സ്റ്റർ എന്നാണ്. ടെസ്റ്റ് ആസ് എ ടെക്സ്റ്റർ. പിന്നെ എൻ്റെ ഒരു മധ്യവയസ്സിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ പാഠഭാഗത്തിൻ്റെ ടെക്സ്റ്ററിൻ്റെ അപാകത എന്താണെന്ന് ഞാനൊന്ന് വളരെ വേഗത്തിലൊന്ന് വായിച്ചെടുക്കുകയാണ്. ഒരു 5 തെറ്റിദ്ധാരണകളാണ്. ഒന്ന്, നമ്മൾ ചെയ്യുന്നവയാണ് നമ്മളെന്ന് തെറ്റിദ്ധാരണ. സ്പിരിച്വാലിറ്റി ഈസ് എക്വിവലന്റ് ടു ആക്ടിവിറ്റി. എന്താ നിൻ്റെ ആത്മീയം എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നു, വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, ദൂരെയുള്ള പള്ളിയിലേക്ക് നടന്നു പോകുന്നുണ്ട്, കൃത്യമായിട്ട് ഉപവസിക്കുന്നുണ്ട്, കുറച്ച് കമ്പാഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, വിൻസെൻ്റ് പോളിലൊക്കെ അംഗമാണ്. ഇങ്ങനെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ പട്ടിക. അതും കൂടി ചേർത്തിട്ടൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ആത്മീയത. പക്ഷെ ശരിക്കും അത് തന്നെയാണോ ആത്മീയത? അല്ലെന്ന് പറയാനായിട്ട് ഒറ്റ ഉദാഹരണം ഓർത്താൽ മതി. അമ്മയെക്കുറിച്ച് 10 വാക്ക് എഴുതുക. അമ്മയെക്കുറിച്ച് 10 വാക്ക് എഴുതാനായിട്ട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പോകുന്നത് നമ്മുടെ ഈ കുഞ്ഞു മക്കളാണ്. കാരണം അവരുടെ അമ്മമാർ വളരെ ചെറുപ്പമായിരിക്കും. അമ്മ ചെയ്യുന്ന 10 ക്രിയകൾ എഴുതി വെച്ചാൽ മാത്രം മതി. അമ്മ വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്, സ്കൂളിലേക്ക് ഒരുക്കി വിടുന്നുണ്ട്, 10 ക്രിയ. പക്ഷേ ഈ കൂട്ടത്തിൽ കൂടുതൽ പേരും ഒരു മിഡിൽ ഏജ്, ഒരു 50-നപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരവരുടെ അമ്മയെക്കുറിച്ച് എന്നാ എഴുതും? നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഉണ്ടെങ്കിൽ അമ്മ സ്വാഭാവികമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ അമ്മ മരിച്ചുപോയി. പക്ഷെ മരിക്കുന്നതിന് 10 വർഷം മുമ്പ് തൊട്ട് അമ്മ കിടപ്പിലായിരുന്നു. അമ്മ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാത്ത അമ്മ ഒരു ദിവസം മരിച്ചുപോയി. പെട്ടെന്ന് ആ വീടിനകത്തേക്ക് എന്തൊരു ഇരുട്ടാ വന്ന് വീണത്. നമുക്ക് ആ വഴിയിലൂടെ പോകാൻ പേടിയാണ്. ആ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ പുല്ലുമൂടി കിടക്കുക. അമ്മയെന്നൊരു കാരണം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ വഴിയൊക്കെ സജീവമായിരുന്നത്. ഇപ്പം അമ്മയില്ല. എങ്ങനത്തെ അമ്മ? സ്വന്തം ആവശ്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അമ്മ. എന്നിട്ട് എങ്ങനെ ഇരുട്ട് വന്നത്? ശരിക്കും അമ്മ എന്താണ്? അമ്മ ചെയ്യുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് നേരത്തെ പിടുത്തം കിട്ടിയവർ ഭാഗ്യവാന്മാർ. ഇല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, അഴക് മങ്ങുമ്പോൾ, റിട്ടയർമെൻറ്റ് വരുമ്പോൾ, സ്ട്രോക്ക് വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. എൻ്റെ ഒരു സ്നേഹിതൻ ഒരു പുലരിയിൽ എന്നെ വിളിച്ചു. കൃത്യമായിട്ട് പറഞ്ഞ 1 മണി നേരത്താണ്. എന്നിട്ട് പറഞ്ഞു, അമ്മ ഏകദേശം 2 മാസത്തിനപ്പുറമായിട്ട് ഇങ്ങനെ ഐസിയുവില്ല, വെന്റിലേറ്ററിലാണ് മെഡിക്കൽ സെൻ്ററിലെ. അന്ന് വൈകുന്നേരം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല, നീ ഒന്ന് തീരുമാനിക്കണം. എന്ന് വെച്ചെന്നാൽ ഈ നോബ് ഇങ്ങനെ തിരിയുമ്പോൾ അമ്മയില്ല. എങ്ങനത്തെ അമ്മ? ശ്വസിക്കാൻ പോലും പറ്റാത്ത അമ്മ. എന്നിട്ടും ഇതേ പിടിക്കുന്നതിനൊക്കെ ആകുമ്പോൾ കൈവറക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും അമ്മ എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് നിരന്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയോട് യേശു പറഞ്ഞു, മാർത്ത, നീ വെറുതെ ഇരിക്കാൻ പഠിക്കും. വെറുതെ ഇരുന്നൊരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവൾ ജീവന്റെ നല്ലംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ല അംശം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരോടൊപ്പമാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ കൂടെ ഇരിക്കുക എന്നുള്ള. പാരൻറ്റിങ് എന്താണ്? ഇപ്പോഴത്തെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നതാണ്. മാരേജ് എന്താണ്? ഇപ്പോഴത്തെ പരമാവധി കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ജ്യേഷ്ഠൻ മരിച്ചിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. ചേച്ചി പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ്. ഓരോ ഇടത്ത് നിൽക്കുമ്പോഴും ഇയാൾ കൂടെ നിന്ന് ഓർമ്മയാണ്. പണ്ടൊരിടത്ത് മാത്രമേ ഇയാൾ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം എല്ലാ മുക്കിനും മൂലൊക്കെ ഇയാൾ നിൽപ്പുണ്ട്. ഇപ്പം ഏതൊരു ബന്ധത്തിൻ്റെയും ആ ഏറ്റവും നല്ല അംശം എന്ന് പറയുന്നത് ഈ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം കുറച്ചുകൂടിയൊക്കെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മാർത്ത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ ഗുരുവിനൊരു പ്രത്യേകതയുണ്ട്. പേരിങ്ങനെ ആവർത്തിക്കും. ശമയോനെ, പിന്നെന്താണ് ജെറൂസലേം, പിന്നെന്താണ് സാവൂൾ. അങ്ങനെ യേശു പേരാവർത്തിച്ച് പറയുന്ന 4 വചനങ്ങളിലൊന്നാണെന്ത്? മാർത്ത. വേദപുസ്തകം വായിക്കുമ്പോൾ
പതുക്കെ അതിങ്ങനെ വെട്ടിയിട്ട് ഓരോരുത്തർ അവരവരുടെ പേരിങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതി വെക്കണം. ബോബി ബോബി, ഹരി ഹരി, നിഷാദ് നിഷാദ്, മുസ്തഫ മുസ്തഫ. നീ വെറുതെ ഇരിക്കാൻ പഠിക്കുക. ജീവിതം ഇത്രയും ക്രിയകൾ അർഹിക്കുന്നില്ല. ഇത്രയും ക്രിയകൾ ജീവിതം അർഹിക്കുന്നില്ല, ആക്ടിവിറ്റീസ് അർഹിക്കുന്നില്ല. ജീവിതം കുറച്ചുകൂടി ഏകാഗ്രതയും നിശബ്ദയും അർഹിക്കുന്നുണ്ട് താനും. അപ്പം ആ ഒരു കൺവേർജ് ചെയ്യാനുള്ളൊരു 50 ദിവസങ്ങൾ അവിടെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച രീതികളെ കുറിച്ചൊക്കെയാണ്. വെറുതെ ബീയിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാ പഠിച്ച ഒരിത്തിരി ഫിലോസഫിയാണ്. എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ചെയ്തിട്ടുള്ളത്. അത് പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞതിൻ്റെ പൊരുൾ പിടുത്തം കിട്ടാൻ ഒരു 50 വയസ്സോളം വേണ്ടി വന്നിരുന്നു. എന്താണത്? യുവർ ബീയിങ് ദാറ്റ് മാറ്റേഴ്സ്. ഒരു ഉണ്മയാണ് പ്രധാനം. നീ എന്ത് ചെയ്യുന്നുള്ളതൊക്കെ അത് എൻഡ് ഓഫ് ദ ഡേ വളരെ ചെറിയ കാര്യമാണ്. നീ എന്തായിരുന്നു, നീ എങ്ങനെ പ്രകാശിച്ചു, അത് തന്നെയാണ് പ്രധാനം. അപ്പോൾ ഒന്നതാണ് ഈ മാർത്ത കാണാതെ പോകുന്ന ജീവൻ്റെ നല്ല അംശം. ഇയാൾ പറയുന്നത് ഇയാൾ ചെയ്ത ക്രിയകളെക്കുറിച്ചാണ്. ഞാൻ നിൻ്റെ നാമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, രോഗശാന്തി കൊടുത്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ക്രിയകളെക്കുറിച്ച് നിങ്ങളിങ്ങനെ ചുരുണ്ടുകൂടുന്നൊരു കാലം വരും. അച്ഛൻ എന്നോട് എന്നും സ്നേഹവും വാത്സല്യവും ഒക്കെ തരുന്നൊരു അച്ഛനാണ്. പക്ഷെ അച്ഛൻ ആ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ചുരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഒരു സ്യൂഡോ വിനയം കൊണ്ടല്ല, ഞാൻ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങിയതുകൊണ്ടാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ക്രിയകൾ ആരെയും സഹായിക്കാൻ പോകുന്നില്ല, ഒരു ക്രിയയും സഹായിക്കാൻ പോകുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ അച്ഛന്മാരെ കാർമ്മികരെന്നൊക്കെ വിളിക്കുമ്പോൾ പോലും എനിക്ക് പേടിയാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാമെന്ന് മാത്രമാണ്. സ്നേഹത്തെ വിളിക്കുന്നതായിരിക്കാം ഇന്നത്തെ കുർബാനയുടെ കാർമ്മികൻ. ഉണ്മയാണ് പ്രധാനം. 19 ദിവസങ്ങൾ ഇങ്ങനെ വെറുതെ ഉണ്മയെ പ്രകാശിപ്പിക്കുക. എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുക. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഗാഡ്ജറ്റ്സെങ്കിലും മാറ്റിവെക്കുക. എന്തൊരു ഭംഗിയുള്ള കാലമാണ് ഈ സഭ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. 50 ദിവസമേ. വെറുതെ 3 ദിവസം നിങ്ങൾ റിട്രീറ്റിന് പോയി കഴിഞ്ഞാൽ പോലും ഒരു 2 ആഴ്ചത്തെ കാലത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്യൂബറൻ്റ് ആയിട്ട് നിങ്ങൾ ജീവിക്കും. ഭയങ്കര ആവേശമൊക്കെ ഉണ്ടാവും. 50 ഡേയ്സിന് ശേഷം വരുന്ന ആവേശം എന്താണ്? കൊച്ചു ഘട്ടമല്ല, ഏകദേശം 2 മാസമാണ്. അതും ജീവിതമൊക്കെ പരമാവധി ഡിസിപ്ലിൻ ചെയ്ത് ഒന്നതാണ്. 2 ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല കേട്ടോ, ചെയ്തേ പറ്റൂ. അപ്പോൾ വരുന്ന പ്രശ്നം ഇതാണ്, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കത്തൊരു സ്നേഹമുണ്ടോ? എപ്പോഴാണ് ഒരാൾ പട്ടിക പറയുന്നത്? പട്ടിക പറയുന്ന സ്നേഹം കുറയുമ്പോഴാണ്. ഒരു സംശയമില്ല. പെട്ടെന്നൊരു ദിവസം ഒരു വീട്ടിലെ ഗൃഹനാഥൻ പറയുകയാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നൊക്കെ അയാൾ പട്ടിക പറയുമ്പോൾ ഓർത്തോളണം അയാളുടെ സ്നേഹം ചുരുങ്ങിയാണ്. നമുക്ക് വിഷമം വരും. വേണ്ടതാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് സ്നേഹമുണ്ടോ? സ്നേഹമില്ലാതെയും നമുക്ക് ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടാം. ഒരു കാര്യം ഓർത്താൻ നല്ലതാണ്, ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്ന കാര്യം എന്ന് പറയുന്ന സ്നേഹക്കുറവാണ്. അത് പിടുത്തം കിട്ടാൻ ബുദ്ധി പോലും വേണ്ട. കുറച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കളെ ശ്രദ്ധിക്കുന്ന ഒരു സെൻറ്ററിൽ ഞാൻ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. ഇവിടെ ഏറ്റവും ചെറിയ ഭാവവ്യത്യാസം പോലെ അവർക്ക് ആ പിടുത്തം കിട്ടും. നമ്മൾ ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളിങ്ങനെ വെറുതെ അടുത്ത് വരും, അല്ലെങ്കിൽ ഇവരിങ്ങനെ ദൂരത്ത് നിന്ന് വെറുതെ നോക്കി നിൽക്കും. ഇറ്റ്സ് എ ഗട്ട് ഫീലിംഗ്. ഇപ്പം എൻ്റെ ഒരു സംഭാഷണത്തിനകത്ത് പോലും സ്നേഹമുണ്ട് ഇല്ലയെന്ന് വെറുതെ പുറത്ത് എൻ്റെ ബോക്സിൽ നിന്ന് കേൾക്കുന്ന ഒരാൾക്ക് പിടുത്തം കിട്ടും ഒരു 10 മിനിറ്റിനുള്ളിൽ. മനുഷ്യന് മാത്രം നൽകപ്പെട്ടിട്ടുള്ളൊരു വിവേചന ബുദ്ധിയാണ് ഈ സ്നേഹക്കുറവും സ്നേഹവും ഒക്കെ പിടുത്തം കിട്ടാൻ പറ്റും. രണ്ടതാണ്, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊരു സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ശിമയോൻ്റെ വിരുന്നുമേശയിലിരിക്കുമ്പോൾ യേശു ഹാപ്പി അല്ല. കാര്യം വലിയൊരു വിരുന്ന് വിളമ്പുന്നുണ്ട്. അപ്പം അവിടേക്ക് വരാൻ പാടില്ലാത്ത, അർഹതയില്ലാത്ത, ക്ഷണമില്ലാത്തൊരു സ്ത്രീ അപ്പം തോന്നിയൊരു ഇച്ഛാശക്തിയിൽ കയറി വരിക. എന്നിട്ട് അവൻ്റെ കാൽച്ചുവട്ടിലിരുന്നു. യേശുവിൻ്റെ കാൽച്ചുവടെന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ആദ്യം തലയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് ഈ അന്ത്യത്താഴ
എന്ന് പറയുന്നൊരു പടമാണ്, വളരെ ഫേമസ് ആയൊരു പടമില്ലേ. യഹൂദരുടെ രീതി എന്ന് പറയുന്നത് റിക്ലൈനിങ് എന്ന് പറയുന്ന രീതിയാണ്. ഇത്തിരി ഒന്ന് ചാഞ്ഞിരുന്നിട്ട് കാലിങ്ങനെ പുറകോട്ട് നീട്ടി വെക്കും. അടിമകളാണ് വന്ന് കാല് കഴിയുന്നത്, ആരാ കഴിയുന്ന പോലും നമ്മൾ അറിയത്തില്ല. അപ്പോൾ ആ പുറകിൽ വന്നിട്ട് അവൻ്റെ കാലയിൽ നോക്കിയിട്ട് ഈ അടിമകൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇടറിപ്പോയൊരു സ്ത്രീയാണ്. അതുകൊണ്ട് അവൾ ഇന്നോളം കണ്ടുള്ളതൊക്കെ ഇങ്ങനെ ഇടറിയ മനുഷ്യരുടെ കാൽപാദങ്ങളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടറാത്തൊരു മനുഷ്യൻ്റെ കാൽപാദം കണ്ടപ്പോൾ കരയണമെന്ന് തോന്നി. വലിയവായി നിലവിളിച്ചു. പിന്നെ തലമുടി കൊണ്ട് തുടച്ചു. തെരുതരാ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ആതിഥേയം മനസ്സിൽ വിചാരിച്ചു, ഏതൊരു സ്ത്രീയാണ് ഇവനെ തൊടുന്നവനറിയാവോ? യേശുവിനറിയാവുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ മനുഷ്യൻ്റെ നെഞ്ചിലൂടെ പോകുന്ന കാര്യങ്ങൾ വായിച്ചെടുക്കുക. അവിടുന്ന് വായിച്ചെടുത്തു, ശമയോനെ നോക്കണം അവൾ എത്രയാണ് സ്നേഹിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ ഇപ്പം നീ വിളമ്പുന്ന ഈ വിരുന്നിനകത്ത് എന്തില്ല? സ്നേഹമില്ല. മനുഷ്യരെ വിളമ്പുന്ന വിരുന്നിനകത്തൊക്കെ സ്നേഹമുണ്ടോ? ഒരു കാലത്ത് ഇത്തരം സന്ധികളെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് വചന വിരുന്നൊക്കെ ആയിരുന്നു. ഇത് വിളമ്പുന്ന ആളുള്ളിൽ സ്നേഹമുണ്ടോ? നിങ്ങൾ രാത്രി അനുഷ്ഠിക്കുന്ന ദാമ്പത്യ സ്നേഹം മറ്റൊരു വിരുന്നാണ്, ഏറ്റവും നല്ല വിരുന്നാണ്. അവനവനെ തന്നെ ഇങ്ങനെ വിഭവമായിട്ട് കൊടുക്കുക. എന്നിട്ടും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? വസർലാവു, ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ വിരുന്ന. ഈ വിളമ്പുന്ന വിരുന്നുകൾക്കകത്തൊക്കെ ഇങ്ങനെ സ്നേഹമുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ അന്വേഷണം. രണ്ടതാണ്. മൂന്നാമതായിട്ട് ശക്തമായ അഹം. ഞാനത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ഹീനമായ വാക്കെന്താണെന്നറിയാവോ? ഞാനെന്ന് പറഞ്ഞൊരു വാക്കാണ്. ആരെങ്കിലും ഒരാൾക്ക് അവനോട് പങ്കുവെച്ച് ജീവിക്കാൻ, അവൻ്റെ പാദങ്ങളിലിരുന്ന് ജീവിക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ഉപേക്ഷിക്കേണ്ടത് ആ ഒരു കുഞ്ഞു പദമാണ് ഞാൻ. അഹങ്കാരമല്ല. അഹങ്കാരം ഇപ്പോൾ പൊതുവെ ആർക്കും ഇല്ല. ഇങ്ങനെ വിനയം കൊണ്ടൊക്കെ ഒരു വശം ചരിഞ്ഞു പോയ ഒരാളാണ് ഞാൻ. പക്ഷെ കഥയൊന്നുമില്ല, ശക്തമായ അഹമുണ്ട്. അഹന്തയല്ല അഹം എന്ന് പറയുന്നത്. എന്തിനെ തൊട്ടപ്പോഴാണോ നിങ്ങൾ വിഷമിച്ചത്, എന്തിനെ തൊട്ടപ്പോഴാണോ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയത്, എന്തിനെ അഭിനന്ദിച്ചപ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം വന്നത്, അതിൻ്റെ പേരാണെന്ത്? അഹം. അത് ഈ 300 പേർക്കും 300 എലമെൻസാണ്. അവിടെ നിന്ന് ഇങ്ങനെയാ പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അവനെ ഉപേക്ഷിക്കുക. എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാ! നിർഭാഗ്യവശാലും നമ്മളിത് ഒരു കാലത്തും പരിചയിച്ചിട്ടില്ല, ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ അവനവനത്തിന് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. തോൽപ്പിക്കാനും മത്സരിക്കാനും വെട്ടിപ്പിടിക്കാനും പഠിപ്പിച്ചിട്ടുള്ള ഒരു സമ്പ്രദായങ്ങൾ ഈ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വർത്തമാന രൂപത്തിലുള്ളൂ. ഈ സ്വയം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ വിചാരിക്കുന്നു, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ വിട്ടുകളഞ്ഞാലും ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ കാര്യം കൊണ്ടുപോയാൽ നല്ലതാണ്. ഈ കുറച്ചുകൂടി ഈ അവനവനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്രോസ് ഉപേക്ഷിച്ച വലയുടെ കഥയും സക്കേവൂസ് വേണ്ടെന്ന് വെച്ച ധനത്തിൻ്റെ കഥയും മത്തായി ഉപേക്ഷിച്ച ചുങ്കപ്പുരയുടെയും കഥയാണ്. യേശു ഒന്നും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞെന്താണ്? നീ എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഉപേക്ഷിക്കുക. ലോകത്ത് ഏറ്റവും ചെറിയൊരു വാക്ക് പറയാനായിട്ട് നമുക്കിപ്പോഴും പറ്റാതെ പോകുന്നത് എന്താണ്? ഐ ആം സോറി അല്ലേ? ഈ കുഞ്ഞു പദം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മധ്യ കിടന്നുറങ്ങിയേനെ. ഇപ്പോൾ പലയിടത്തും അങ്ങനെയല്ല. കോടതി ചോദിക്കുകയാണ്, ആരെയാണ് ഇഷ്ടം? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് അയാൾക്കല്ലെങ്കിൽ അവന് ഒന്നിങ്ങനെ കുനിഞ്ഞുകൊണ്ട് ഐ ആം സോറി എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങൾക്ക് മീതെ എന്തുമാത്രം കഠിനമായിക്കൊണ്ടിരിക്കുക ജീവിതം. ഈ സാധനം എളുപ്പമല്ല. അവനവൻ കടമ്പയെ തട്ടി ഇങ്ങനെ മനുഷ്യ ഓരോ ദിവസം ചോര പൊടിയുന്നത് കണ്ട് ആവശ്യത്തിലേറെ പെസിമിസ്റ്റിക്കായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അവനവൻ ഉപേക്ഷിച്ച് ആ കളി പഠിച്ചാൽ നല്ലതായിരിക്കും. പഠിച്ചു കിട്ടിയാൽ ഇത് കണക്ക് രസമുള്ളൊരു സംഭവമില്ല ജീവിതം കണക്ക്. ഇസ്ലാം പാരമ്പര്യങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, പക്ഷിമാനസം. ആത്യന്തികമായിട്ട് എല്ലാ ആന്തരിക യാത്രകളും നമ്മളെ കൊണ്ട് എത്തിക്കേണ്ട അവിടെയാണ്, ഇങ്ങനെ ഫെദർ വെയ്റ്റഡ് എക്സിസ്റ്റൻസ്. എന്നിട്ടോ ഓരോ ദിവസവും നമ്മൾ എന്തുമാത്രം കനമുള്ളവരായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തോ ഒന്ന്
പതുക്കെ പതുക്കെ ഇങ്ങനെ വിട്ടുകളയാനുള്ള ധൈര്യം ഉണ്ടാക്കിയെന്നല്ല. എന്താ ഈ അഹോ എന്നൊക്കെ പറയാനായിട്ട് കുട്ടികളുടെ അടുത്ത് പറയുന്നൊരു പൊട്ടക്കഥയുണ്ട്. ഇങ്ങനെ മരണം ഒരു ശില്പിയെ തേടി വരിക. ശില്പിയെ പറ്റിക്കാൻ വേണ്ടി മരണം തന്നെ കണക്ക് 11 പേരെ വേറെ ഉണ്ടാക്കി. എന്നിട്ട് പുള്ളിയും കയറി നടുക്ക് നിന്ന്, മരണത്തെ പറ്റിക്കാൻ വേണ്ടി. മരണം പെട്ടുപോയി. 12 പേരിങ്ങനെ ഒരേപോലെ ഇരിക്കുക. അതിനകത്ത് ഏതാണാവോ ശില്പി, ഏതാ ശില്പം? ഇനി അബദ്ധത്തിലെങ്ങാനും ശില്പിയാണെന്ന് ഓർത്ത് ശില്പത്തെ എങ്ങാനും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മരണം ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ട് നന്നായിട്ട് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു തമാശ പറഞ്ഞ് നോക്കുന്നു, 12 പേർക്കും ചിരി വരുന്നില്ല. ഒരു സങ്കടം പറഞ്ഞ് നോക്കുന്നു, 12 പേരെയും കണ്ണിമ നനയുന്നില്ല. ഒരു തൂവലെടുത്തിട്ട് ഈ 12 പേരെ മൂക്കിന് താഴെ കൂടി ഓടിച്ചിട്ട് 12 തുമ്മണുമില്ല. അങ്ങനെ തോറ്റ തുന്നമ്പാടി പോകുമ്പോൾ മരണം തന്നോട് തന്നെ പറഞ്ഞു, എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ കുറവ് കാണാതിരിക്കുമോ? ശില്പി ചോദിച്ചു, ചേട്ടാ എന്തിൻ്റെ കുറവാണ്? പിടിച്ചോണ്ട് പോയി. കാരണം അത്രയും നേരെ ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മ ചെയ്യുന്ന പണിക്ക് കുറവാണ്. ഏതിനെ തൊട്ടപ്പോഴാണോ നിങ്ങൾ പുറത്തു വന്നത് അതാണ് നിങ്ങളുടെ അഹം. അതിനൊന്ന് ട്രേസ് ചെയ്താൽ നല്ലതാണ്. എന്നിട്ട് അതിനിങ്ങനെ പതുക്കെ പതുക്കെ അളവ് കുറച്ച് ജീവിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന സമാധാനം. അപ്പം 3 അതാണ്. 4 ഇങ്ങനെ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണുള്ള തെറ്റിദ്ധാരണ. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. നിൻ്റെ ജീവിതം കൊണ്ട് കുറേ ബെനിഫിറ്റ് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ഗുണം ചെയ്ത് എൻ്റെ ജീവിതം കൊണ്ട് നിനക്കെന്ത് ഗുണം ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ 10-27 വർഷമായിട്ട് മിക്കവാറും ഞാൻ എവിടെയെങ്കിലുമൊക്കെ സന്ധ്യയ്ക്ക് ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രത്യേക ഒരു കാരണം കൊണ്ട് ഒരു 3 വർഷക്കാലം നടന്നിരുന്ന് ഒഴിച്ചാൽ. അപ്പം അങ്ങനെ അത്രയും ഒരു 4 നൂറ്റാണ്ടോളം സുവിശേഷം പറഞ്ഞ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരട്ടെ. അല്ല, അതിന് പകരം എന്നെ കാണുമ്പോൾ ഈ ക്ലസ്റ്റർ ബോംബ് വിട്ട് കണക്ക് നിങ്ങൾ ചെതറുകൊണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ സഹായിക്കാത്തത്? പള്ളിയിൽ പാടുന്നൊരു പെൺകുട്ടി ഒരു 19 വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ താളമുള്ളൊരു സ്ത്രീ ആവണ്ടേ? അത് അപശ്രുതികൾ വന്നാൽ എന്നാ ചെയ്യും? നിങ്ങൾ അധ്യാപകനായിട്ട് ജോലി പ്രവേശിച്ചു. നിങ്ങൾ 55-ാം വയസ്സിലോ 56-ാം വയസ്സിലോ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആചാര്യനാവണ്ടേ? കൃഷിക്കാരനായ നിങ്ങൾ മധ്യവയസ്സിലെത്തുമ്പോൾ ജൈവ മനുഷ്യനാവണ്ടേ? ഈ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത്? എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുള്ള. പണ്ടിങ്ങനെ സൺഡേ ക്ലാസ്സിൽ അധ്യാപനം പറഞ്ഞ കണക്കാം, മക്കളെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, മാഷേ ഈ മറ്റുള്ളവർ പിന്നെ എന്നാ കോപ്പിന് വേണ്ടിയാണ്? അതുകൂടി പറയുന്നേ. എന്തായാലും പറഞ്ഞു തുടങ്ങിയതല്ല, അതുകൂടി പറ. കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താവിന് വേണ്ടി ജീവിച്ചു. നിങ്ങളെവിടെ പോയി? ഇപ്പം ഇല്ല, എന്നാലും ഒരു 15 വർഷം മുമ്പെങ്കിലും ഈ നാട്ടിൽ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഡോർബെൽ അടിക്കുമ്പോൾ ആ വീട്ടിലെ പുരുഷനില്ലെങ്കിൽ ആ സ്ത്രീ വന്നിട്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇവിടെ ആരുമില്ല. കഷ്ടമല്ലേ? ഇവിടെ ആരുമല്ല. 2 ബാങ്കുകൾ തമ്മിൽ ഇടയ്ക്കിങ്ങനെ ഒന്നാകും, അമാൽഗേറ്റ് ചെയ്യും. പിറ്റേന്നോട്ട് മറ്റേ ബാങ്കിലെന്ന് പറയുന്ന കണക്ക് ഈ കല്യാണമൊക്കെ അമാൽഗേറ്റീവാണെന്ന് ആരാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? അവനവന് ശ്വസിക്കാൻ സ്പേസ് ഇല്ലാത്ത വിധത്തിൽ, അവനവന് കണ്ണുപൊട്ടിരിക്കാൻ നേരമില്ലാത്ത വിധത്തിൽ, അവനവൻ്റെ ആന്തരികതയെ ബലപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ഇതൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകേണ്ടതെന്ന് ആരാ നിങ്ങളടുത്ത് പറഞ്ഞത്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാനിവിടെ വന്ന് ഈ സന്ധ്യയിൽ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ നോമ്പ് കാലത്തിന് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു മംഗലം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ വന്നില്ല, ഞാൻ എന്നാ ചെയ്യും? ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉള്ളത്. എന്തിനോട് അഡ്ഹസീവായിട്ട് ജീവിക്കണം, എന്തിന്ന് അകന്നു പോയി നോക്കൊരു പിടുത്തം കിട്ടുന്നത്. കുറച്ചിങ്ങനെ നിശബ്ദത പാലിച്ചു തുടങ്ങിയത്. അമ്മമാർ പറയുന്ന കണക്കാണ്. ഈ അമ്മമാർ പറയുന്ന കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തി, ഫൈൻ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ അമ്മയെ സഹായിച്ചിട്ടില്ലേ? എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൽ നിന്ന് നിങ്ങൾ ചെറിയ പ്രായത്തിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു വിചാരിക്കുക, പുറത്ത് ജോലിക്ക് പോവുകയോ പട്ടാളത്തിൽ ചേരുകയോ ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മുലയൂട്ടുന്ന കുഞ്ഞു വീട്ടിലുണ്ട്. കുറേ കഴിയുമ്പോൾ അമ്മമാർക്കറിയാം ഈ നെഞ്ചെങ്ങനെ ഇരുന്ന് കടുക്കുന്നതെന്ന്. അത്രയും നെഞ്ച് കടുക്കുമ്പോൾ ഈ ക്യാബേജിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ജാക്കറ്റ് വെച്ച് നോക്കും. പിന്നെയും പറ്റാതെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ പുറത്ത് ഇങ്ങനെ കൂനിപ്പടിച്ചിരിക്കാം. ഇപ്പം അമ്മയ്ക്കറിയാം മുലയുണ്ണ കുട്ടി അമ്മയെ സഹായിക്കുന്നുണ്ട്. ഈ റെസിപ്രോക്കൽ ഹെൽപ്പ്.
10-25 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ സഹായിക്കേണ്ടത്, എന്താ പറ്റാത്തത്? ഇപ്പം 4 ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത്? 5 ഇല്ലാതെ പോകുന്ന നീതിബോധം. ആ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അനീതി പ്രവർത്തിക്കുന്ന ഒരു എല്ലും നകന്നു പോവുക. പക്ഷെ എന്താ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യം എന്നറിയാവോ? എന്താണത്? സെൻസ് ഓഫ് റൈറ്റസ്നെസ് ആണ്, സെൻസ് ഓഫ് ജസ്റ്റിസ് ആണ്. സ്നേഹം, കരുണ, ആർദ്രത തുടങ്ങിയ പദങ്ങൾ പറയാനായിട്ട് നമ്മൾ പരുവപ്പെട്ടിട്ടില്ല. ഏറ്റവും ബേസിക് ഈ പറഞ്ഞ നീതിബോധമാണ് അല്ലേ? അതുകൊണ്ടാണ് വേദപുസ്തകം ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ഒരു പുരുഷനെ കുറിച്ച് അത് ഒറ്റ വാക്കിൽ സംഗ്രഹിക്കുന്നത് അയാൾ നീതിമാനായിരുന്നു. ഇറ്റ്സ് വൺ വേർഡ്. എന്താ നീതി എന്ന് പറയുന്നത്? മേക്ക് ഷുവർ ദാറ്റ് എവരി വൺ ഹാസ് റിസീവ്ഡ് ഇസ് ഡ്യൂ. എൻ്റെ ഒരു സ്നേഹ പരിസരത്തിൽ എല്ലാവർക്കും അർഹതയുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് ഉറപ്പുവരുത്തി വിളിക്കുന്ന വാക്കാണ് എന്ത്? നീതിബോധം. ഒരു പള്ളിയൊക്കെ പുതുക്കി പണിയുമ്പോൾ റാമ്പ് പണിയാന്നുള്ളതാണ് എന്ത്? നീതിബോധം. പള്ളി മിനുക്കാൻ, അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ എത്രയോ ചെറിയ ശതമാനമാണ് ഒരു പാത ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ചരിച്ചു പണിയാനായിട്ട്. റാമ്പ് പണിയാന്നുള്ളത് ഒരു സെൻസിബിലിറ്റിയാണ്. എല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ കിട്ടിയാന്ന് ഉറപ്പുവരുത്താന്ന് പറയുന്ന സംഭവം. ഒരു വീടിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ പ്രായമായ മാതാപിതാക്കന്മാരുടെ കൂടെയുള്ള സാന്നിധ്യമാണ് നീതിബോധം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഭയങ്കര ആശങ്കയാണ്, അപ്പുറത്ത് നടക്കുന്ന ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു ദിവസം നിങ്ങളിങ്ങനെ കിടപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്. ഒരു ശബ്ദം കേട്ടാൽ പോലും എന്താന്ന് പോയി നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ചോദിക്കുന്നത് എന്താണ്, ആരാ ഇവിടെ? നമ്മൾ പറയുന്നത് എല്ലാം ഇവിടെ അപ്പൻ അറിഞ്ഞാലേ പറ്റുമോ? പെട്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അസൽ കുരിശെന്ന് പറയുന്നത് ഈ രോഗക്കിടക്കെ പെട്ടുപോയ മനുഷ്യരുടെ പ്രതിദാനമാണ് അത് അല്ലേ? ഒരു 30-33 വയസ്സിൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരു മനുഷ്യൻ ഒരു 2 തടിക്കഷത്തിലോട്ട് കുരുങ്ങിപ്പോയതിൻ്റെ കഥയാണ് കുരിശെങ്കിൽ. നിങ്ങളുടെ വീട്ടിൽ കുരിശെ കിടക്കുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിൽ കിടപ്പ് രോഗിയാണ്. അയാളോട് നമ്മൾ കലഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാം അറിഞ്ഞാലേ അപ്പന് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റത്തുള്ളൂ. അമ്മ അതൊക്കെ നടന്നോളൂ. അമ്മ അവർക്ക് അത് ആ പ്രോസസ്സിങ് നടക്കുന്നില്ലെന്നേ. ആരോഗ്യമുള്ളവർക്ക് ആ പ്രോസസ്സിങ് നടക്കുന്ന ആളായാലും നോക്കിയാൽ മതി. ഇപ്പം അവർക്ക് പറ്റുന്നില്ല. ഈ കൂടെ ജീവിക്കുന്നവർക്ക് അർഹതയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താന്ന് പറയുന്ന സംഭവമാണ്. നിങ്ങൾ പുരുഷനാണെങ്കിൽ അവിടെ കേൾക്കുകയാണ് നീതിബോധം. സ്ത്രീയുടെ അടിസ്ഥാന ആവശ്യങ്ങളൊന്ന് കേൾക്കപ്പെടുക എന്നുള്ള. എത്ര കാലമായി ഈ ആൺകുട്ടികൾ അമ്മമാരെ കേട്ടിട്ട്, പുരുഷന്മാരെ അവരെ സ്ത്രീകളെ കേട്ടിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് പിടുത്തം കിട്ടി. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ സംഭാഷണത്തിൻ്റെ സാക്ഷിയിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. യേശു നല്ല പുരുഷനായിരുന്നു. യേശു നല്ല പുരുഷനാണെന്ന് എനിക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം വേദപുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ദീർഘമായ സ്വകാര്യ സംഭാഷണം യേശുവിനും ആ സമരിയാക്കാരി സ്ത്രീക്കും ഇവിടെ നടന്നാണ്. ഇങ്ങനെ മണിക്കൂറുകളോളം അവൾ പറയുന്നത് കേട്ടോണ്ടിരുന്നു. ആ കിണറ്റിൻ വക്കില മണിക്കൂറൊന്നും വേദപുസ്തകം പറയുന്നില്ലല്ലോ. ഇല്ല, പറയുന്നില്ല. പിന്നെ എന്തു പറയുന്നുണ്ട്? ശിഷ്യന്മാർ മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് ഇടവേളയിൽ യേശു അവരെ കേട്ടുകൊണ്ടിരുന്നു. മിഡിൽ ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു ഭൂപടം ടോപ്പോഗ്രഫി എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഒരു ഗ്രാമവും വേറൊരു ഗ്രാമവും തമ്മിലുള്ള അകലമായി. ഇപ്പം അടൂരിൽ നിന്ന് കായംകുളം എന്ന് പറഞ്ഞാൽ പോലും അത് പോരാ. ആ ദൂരത്തിൽ നടന്നു പോയിട്ട് ശിഷ്യന്മാർ വരുന്ന സമയം എന്ന് പറയുന്നത് അവേഴ്സാണ്. ഈ അവേഴ്സ് അല്ലെങ്കിൽ അയാൾ അവളെ കേട്ടുകൊണ്ടേയിരുന്നു. എത്ര കാലമായി അവളെ കേട്ടിട്ട്. റിട്രീറ്റ് സെൻ്ററിലാണ് ഞാനിങ്ങനെ സാൻവിയോ എന്നും പറഞ്ഞുകൊണ്ട് കൊല്ലം സ്റ്റൈലിൽ, ചവറ സ്റ്റൈലിലായിട്ട് അവിടെ ഇങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ അമ്മയുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് ചില കാര്യങ്ങൾ പിടുത്തം കിട്ടിയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണാവോ? അമ്മയ്ക്ക് ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ. എത്ര കാലമുണ്ടെങ്കിലും മരിക്കുമ്പോഴും അമ്മയെ മഹാറാണിയെ നമുക്ക് നോക്കാച്ച. എന്നിട്ട് കണ്ണ് തുടച്ച് മുണ്ട് മടക്കി കുത്തി പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ ചുമട്ട് തൊഴിലാളിയാണ്. ചുമട്ട് തൊഴിലാളിയായ മകൻ അമ്മയെ മഹാറാണിയെ കണക്ക് നോക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ പേരാണെന്ത്? ആത്മീയ മനുഷ്യൻ. നീതിബോധമാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും ബേസിക് വാല്യൂവാണ്. പക്ഷെ അഷ്ടഭാഗ്യങ്ങൾ ആർക്കും അറിയാൻ പാടില്ലാത്തത് ഒറ്റ ശ്വാസത്തിൽ ഇപ്പോൾ എണ്ണി പറയാൻ പറ്റൂലേ. പക്ഷെ എന്താ ഈ അഷ്ടഭാഗ്യം എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ എണ്ണിത്തീർക്കുന്ന കണക്ക് ഒരു പ്രഭാതത്തിൽ യേശു 1, 2, 3 എന്ന് പറഞ്ഞതല്ല അഷ്ടഭാഗ്യം. പിന്നെയോ
ഒരായുസ്സിൽ യേശു പറയാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് വാറ്റി ഉണ്ടാക്കി ഒന്നിൻ്റെ പേരാണെന്ത്? അഷ്ടഭാഗ്യം. ഡിസ്റ്റിൽഡ് വേർഷൻ ഓഫ് ഹിസ് വാല്യൂ സിസ്റ്റം. യേശുവിൻ്റെ മൂല്യബോധം ആ ഒരൊറ്റ താളാ. പക്ഷെ പേര് സൂചിപ്പിക്കുന്ന കണക്ക് ഈ അഷ്ടം എന്ന് പറയുന്ന സംഭവം നടക്കുന്നില്ല. 7 മൂല്യമേ ഉള്ളൂ. എന്താ കാര്യം? ഒരെണ്ണം റിപ്പിറ്റേഷനാണ്. ഏതാണത്? നീതി. നീതിക്ക് വേണ്ടി വിശന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പരിക്കേറ്റവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മൂല്യങ്ങളുടെ മൂല്യമാണെന്ത്? നീതിബോധം. ഒരു കാര്യം ഓർത്തോളണം, മിക്കവാറും പേരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു പരമ്പരാഗത ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഹുങ്കൊക്കെ ഉള്ളവരായിരിക്കും, ട്രഡീഷണൽ ക്രിസ്ത്യൻ അപ്ബ്രിങ്ങിങ്. പക്ഷെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, ഈ പരമ്പരാഗത ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഒരിക്കലും നീതിബോധം നർച്ചർ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ ജീനകത്ത് കാര്യമായ നീതിബോധമില്ല. ഒരു സ്വാതന്ത്ര്യ സമരത്തോട് പോലും ആഭിമുഖ്യം കാണിക്കാത്തൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഇത്. വാശിക്ക് വേണ്ടി അക്കാമച്ചെറിയ നാനി മസ്കിൻ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാവുന്ന മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഇതെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ഓഫ് കൺവീനിയൻസ് ആയിരുന്നു. സൗകര്യങ്ങൾ മാത്രമായിരുന്നു ഈ സമൂഹത്തിന് പ്രധാനം. അതുകൊണ്ട് നല്ലതുപോലെ ഹോംവർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജനിതകത്തിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എന്തെങ്കിലും ഒരു നീതിബോധത്തിൻ്റെ പരല് കൊടുക്കാൻ പറ്റത്തുള്ളൂ. തീരെയില്ല. ഭയങ്കരമായ പാട്രിയാർക്കി, ജെൻഡറൊക്കെ എന്തൊരു കോമണാണ്. ജെൻഡർ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നമുക്കറിയാം. നമ്മുടെ പല വീടുകൾക്കകത്തും ഈ സ്കൂളോ കോളേജ് വിട്ട് വരുന്ന പെൺകുട്ടികൾ ഇങ്ങനെ വേറൊരു വസ്തു കൂടെ കയറിപ്പോകുന്നത്. ഇതൊക്കെ നിത്യകാഴ്ചകളായതുകൊണ്ട് നമുക്ക് പിടുത്തം കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാര്യമായിട്ട് നീതിക്ക് വേണ്ടി വിശന്നിട്ടും ഇല്ല, പരിക്കേറ്റിട്ടുമില്ല. ഈ കോവിഡിൻ്റെ ഒക്കെ ആ കാലത്ത് പത്രത്തിൽ കുഞ്ഞു വാർത്ത വന്നു. അതിങ്ങനെയാണ്, തുണിക്കടയിൽ നിൽക്കുന്ന സെയിൽസ് ഗേൾസ്, പുരുഷന്മാരുണ്ടാവും, കൂടുതലും സ്ത്രീകളാണ്, അവർക്ക് ഒരു സ്റ്റൂൾ അനുവദിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ നമുക്ക് പിടുത്തം കിട്ടിയത് ഈ സെയിൽസിന് വന്ന് നിൽക്കുന്നവർക്ക് ഇരിക്കാൻ ഒരു കസേരയില്ല. രാവിലെ 8 മണിക്ക് വന്നിട്ട് ഈ സകലമാന ബൊമ്മയും ഈ ചേല ചുറ്റിക്കും. രാത്രി 8 മണിക്ക് ഓരോന്നായിട്ട് അഴിച്ചു വെക്കും. പിന്നെ സ്റ്റോക്കൊക്കെ അട്ടിയായിട്ട് എണ്ണി വെക്കും. എന്നിട്ട് വിട്ടുപോകാൻ സാധ്യതയുള്ള ബസ്സിനെ ഓർത്ത് പരിഭ്രമിച്ച് ബാഗ് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ബസ് സ്റ്റോപ്പിലേക്ക് ഓടിപ്പോകുന്ന കൃത്യം 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഈ സ്ത്രീകൾക്ക് ഇരിക്കാനായിട്ടുള്ള അവകാശമില്ലായിരുന്നു. എന്നിട്ട് ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ഈ തുണിക്കടയിലൊക്കെ പോയ മനുഷ്യരാണ്. അപ്പുറത്ത് ഒരു സ്റ്റൂളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഒരു നീതി നിഷേധത്തിൻ്റെയും ചിത്രം നമ്മുടെ റെറ്റിനെ പതിയുന്നേ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഫോർമേഷൻ ഇല്ല. അതുകൊണ്ട് ഇത്തിരി വാശി പിടിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ച് ഈ പാർട്ടീഷൻ്റെയൊക്കെ ചില ചടങ്ങുകൾക്ക് പോയിട്ടുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ സ്വത്തുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അവർ വിളിക്കും. അടുപ്പോൾ 1-2 ഇടങ്ങളിൽ വിളിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിടത്ത് പോലും ഈ സമാധാനത്തിൽ ഈ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്നിനൊന്നിലേക്ക് തർക്കം തുടങ്ങി. ഉച്ചയ്ക്ക് ഇത്തിരി ഭക്ഷണമൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അതുപോലും ഇങ്ങനെ കുറിക്കാതെയോ കഴിക്കാതെയോ ഓരോരുത്തർ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഈ നീതി എന്ന് പറയേണ്ട സംഭവം നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒന്നും അടിയത്തുള്ളൂ. അപ്പോൾ ഒരു 5 പ്രശ്നങ്ങളാണ്. അന്തിമ ദിനങ്ങളിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, ഞാൻ നിൻ്റെ നാമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ രോഗശാന്തി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് പറയും, ഞാൻ നിന്നെ ഒരിക്കലും അറിയുന്നില്ല. ഞാൻ ഇത്തവണത്തെ നോമ്പിന് എൻ്റെ അഭിവന്ദരായ കേൾവിക്കാരെ ചലഞ്ച് ചെയ്യുന്നത് ആ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ്. യേശുവിനെ അറിയുന്ന മനുഷ്യൻ എന്ന് പറയുന്നതിനകത്ത് കഥയൊന്നുമില്ല. അത് വെറുതെ നിങ്ങളുടെ ജനറൽ നോളജിൻ്റെ ഭാഗമാണ്. ഇത് 2024 പറയുമ്പോൾ പോലും എന്തിന് 2024? ഇങ്ങനെ അടുത്ത കാലത്തായിട്ട് ലാംഗ്വേജ് മാറുന്നുണ്ട്. കോമൺ ഇറ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തിൻ്റെ കോമൺ ഇറ? ആഫ്റ്റർ ഹിസ് ഡെത്ത്, അല്ലെങ്കിൽ ആഫ്റ്റർ ഹിം. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഇങ്ങനെ യേശു എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ റെഫർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കഥയൊന്നുമില്ല. യേശുവിനെ നിങ്ങളറിയാവോ? വസ്തുതയിൽ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ആ ഒരു അറ്റസ്റ്റേഷന് വേണ്ടി മാത്രമാണ്. അയാളെ പിടുത്തം കിട്ടിയ മനുഷ്യരല്ല, അയാൾക്ക് പിടുത്തം കിട്ടുന്ന മനുഷ്യനെ. ഈ ധൈര്യം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഈസ്റ്ററിൻ്റെ അന്ന് നമ്മുടെ ഉയർപ്പുണ്ടാവും.
ഇല്ലെങ്കിൽ ഇനിയും നോമ്പ് കാലങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മേക്ക് ഷുവർ. ബാക്കിയൊക്കെ ഒരു കഥയില്ലെന്നേ. അയാളാൽ അറിയപ്പെടാതെ പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ദുരന്തം എന്താ ഉള്ളത്? അത് ഇപ്പോഴെന്നല്ല, അറ്റ് എനി പോർഷൻ ഓഫ് യുവർ ലൈഫ്. ഐ നെവർ ന്യൂ. വാസ്തവത്തിൽ ഇവിടം കൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. വിവേകമുള്ള മനുഷ്യൻ എന്ന നിലയിൽ അതൊന്ന് വെരിഫൈ എടുക്കുക, ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഒരു 10-20 മിനിറ്റ് കൂടി എനിക്ക് നൽകപ്പെട്ടുള്ളത് കൊണ്ട് എന്താ അതിൻ്റെ പരിഹാരം കൂടി വെറുതെ നമുക്ക് ഒന്ന് വെറുതെ ബ്രോഡായിട്ട് കാണാം. പ്രതിസന്ധി മാത്രം പറഞ്ഞാൽ പോരല്ലോ, എങ്ങനെ പുറത്ത് കിടക്കണം കൂടി ചിന്തിക്കണ്ടേ. എങ്ങനെ അവിടത്തേക്ക് നമ്മൾ അറിയാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. രണ്ടുപേർക്കിടയിൽ പിടുത്തം കിട്ടണമെങ്കിൽ അവർക്കിടയിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. ഒരേപോലുള്ളവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. നമ്മൾ പറയുന്നൊരു ചൊല്ലുണ്ട്, എ വിഡോ ക്യാൻ ഫോളോ എ വിഡോ, അല്ലേ? ഒരു വിധവയെ മനസ്സിലാക്കാനായിട്ട് വേറൊരു വിധവയ്ക്കേ പറ്റത്തുള്ളൂ. ഓരോ കുഞ്ഞുങ്ങൾക്ക് പോലും അല്ല. ഭൂമിയായ ഭൂമിയിലൊക്കെ ഈ അച്ഛൻ നഷ്ടപ്പെട്ട വീട്ടിലെ അമ്മമാരോട് മക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇവിടെ അമ്മയ്ക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത്, ഇവിടെ അമ്മയ്ക്ക് എന്തിൻ്റെ കുറവാണ് ഞങ്ങൾ വരുത്തിയിട്ടുള്ളത്. കഷ്ടം, കഷ്ടം. ഒക്കെ എന്താ ഉള്ളത്? വിഡോ ക്യാൻ ഫോളോ എ വിഡോ. ഒരേപോലുള്ളവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. ഇപ്പം ഞാനിപ്പോൾ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചധികം പേരോട് എനിക്കിപ്പോൾ ഐ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേരെ കണ്ടിങ്ങനെ നനഞ്ഞു കണ്ടു. അതിങ്ങനെ അമ്മ ഒന്നെങ്കിൽ കിടപ്പിലായിരിക്കണം, അല്ലെങ്കിൽ അമ്മ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ പരസ്പരം പിടുത്തം കിട്ടണമെങ്കിൽ പൊതുവായിട്ടൊരു അംശം ഉണ്ടാണ്. നോമ്പിൽ ഉറപ്പുവരുത്തേണ്ട ധൈര്യം ഇതാണ്, യേശുവേ എനിക്ക് നിനക്കുമിടയിൽ എന്താണുള്ളത്. രണ്ട് സൂചനയായിട്ട് ബേദോസിന് അത് വായിച്ചെടുക്കാം. ഈ അശുദ്ധാത്മാവിനെ സൗഖ്യപ്പെടുത്തുമ്പോൾ അശുദ്ധാത്മാവ് ചോദിക്കുന്നുണ്ട്, നമുക്കിടയിൽ എന്താണ് ഉള്ളത്? വാട്ട് ഈസ് ബിറ്റ്വീൻ അസ്? വാട്ട് ഈസ് ബിറ്റ്വീൻ അസ്? യേശുവേ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് നിനക്കിടയിൽ എന്താണുള്ളത്? പിന്നെ കാനായിലെ കല്യാണത്തിൻ്റെ എനിക്ക് സത്യവേദ പുസ്തക വേർഷനിലൊക്കെ അതങ്ങനെയാണെന്ന് തോന്നുന്നു, സ്ത്രീയെ എനിക്ക് നിനക്കിടയിൽ എന്താ ഉള്ളത്. മറ്റിടത്ത് അതൊരു ലമെൻറ്റേഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇൻവിറ്റേഷനാണ്. ഒരു നിലവിളിയായിട്ടും ഒരു ക്ഷണമായിട്ടും വാക്കിനെടുത്താൽ നല്ലതാണ്, എനിക്ക് നിനക്കുമിടയിൽ എന്താണുള്ളത്. എന്തോന്നുണ്ട്. ഇല്ലെങ്കിൽ സാമാന്യത്തിലേറെ വിരസമായ എൻ്റെ ഈ സംഭാഷണം പരമാവധി ശ്രദ്ധയോട് നിങ്ങളിങ്ങനെ കേട്ടിരിക്കേണ്ട ഒരു ബാധ്യതയില്ല. എനിക്ക് തന്നെ ഉറക്കം വരുന്നു. ഞാൻ എൻ്റെ 1-2 പ്രഭാഷണങ്ങളൊക്കെ ടി വി വരുന്നത് കേട്ടിരിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനാണ് ഉറങ്ങിപ്പോണത്. അപ്പം നിങ്ങളിങ്ങനെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ വാക്കിൻ്റെ ഒരു ഭംഗിയിൽ നിങ്ങൾ പെട്ടുപോയെന്നുള്ളതല്ല, പിന്നെയോ അയാൾക്ക് നിങ്ങൾക്കുമിടയിൽ ചില കേസ് കെട്ടുള്ളതുണ്ടാകും. അതുകൊണ്ട് ഒരു കൈ പോലും ഓട്ടക്കൈയല്ല. വെറുതെ ഈ ഒരു 19 ദിവസം വെറുതെ ഒന്ന് ഓർത്താൽ നല്ലതാണ്, യേശു എനിക്കും നിനക്കുമിടയിലുള്ള ആ പൊന്നാണി എന്താണ്? എന്തോ ഒരു കാര്യം ആൾ നമുക്ക് തന്നിട്ടുണ്ട്. ദിവസത്തിൻ്റെ ഭാഷയിൽ ഒരു താലന്ത്, ഒരു കോയിൻ തന്നിട്ടുണ്ട്. ഒരു കൈ ഓട്ടക്കൈയല്ല. അതെന്താന്ന് കണ്ടെത്തി അതിനിങ്ങനെ എംബലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള കാലത്തിൻ്റെ പേരാണെന്ത്? തപസ് കാലം, അല്ലേ? അല്ലാതെ ഇങ്ങനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയില്ല, അതൊഴിവാക്കി എന്നുള്ളതല്ല. എന്ത് നിങ്ങൾ വർദ്ധിപ്പിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണെന്ത്? നോയമ്പ്, അല്ലേ? മറ്റൊക്കെ എന്താ കഥയുള്ളത്? അതെ, കഴിഞ്ഞ ദിവസം തന്നെ ഒരു നോമ്പുകാല പ്രഭാഷണത്തിന് ചെല്ലുമ്പോഴേക്കും അവിടെ ഇടയ്ക്കിങ്ങനെ ടീ ബ്രേക്ക് ഉണ്ട്. ടീ ബ്രേക്കിൽ അച്ഛൻ വന്നിട്ട് അനൗൺസ് ചെയ്യുകയാണ്, ചായയോടൊപ്പം ഒരു കഷ്ണം കേക്ക് കൂടി വെച്ചിട്ടുണ്ട്, മുട്ട ഉപയോഗിക്കാത്ത കേക്കാണ്. ഇത്തിരി ഭീകര നോമ്പുവാദികളാ. ഇങ്ങനെ എവിടെ നിൽക്കണം എന്ന് ഓർത്തിട്ടെ. ഇതിനൊക്കെ വേണ്ടിയാണോ ഈ 19 ദിവസം ചെയ്തോ? പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര സംഭവം എങ്ങനെയാണ്? എന്തോ ഒരു കാര്യം ഇങ്ങനെ ഊതി ഉണർത്താൻ വേണ്ടിയാണ് എന്ത് നോമ്പ് കാലം. ഞാൻ നേരത്തെ പറഞ്ഞ 50 ദിവസം കൊച്ചു കാലമല്ല. ഇപ്പം കയ്യിലിരിക്കുന്ന ആ പൊന്നാണി എന്താണെന്ന് വെറുതെ ഒന്ന് ധ്യാനിച്ചുകൊള്ളുക. അതിനെ പതുക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ കാച്ചി എടുക്കാൻ പറ്റുമെന്നുള്ള അന്വേഷണം. 3 കാര്യങ്ങളാണ് പൊതുവായിട്ട് പറഞ്ഞെന്ന്. അത് പറഞ്ഞ് പതുക്കെ ഒരു പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒന്നിങ്ങനെ പരുക്കൊക്കെ ഉണ്ടാ. യേശുവിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്താണ്? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സംശയം യേശുവിനെ കുറിച്ച് വരുമ്പോൾ യേശു പറയും, വരൂ, എൻ്റെ ക്ഷതങ്ങൾ കാണുക, എൻ്റെ പരുക്ക് കാണുക. പരുക്കാണ്. എനിക്ക് ഇത്രയും വോളിയം വേണ്ട കേട്ടോ.
അത്യാവശ്യത്തിൽ കേട്ടാൽ മതി എന്നുള്ളതാണ്. ഈ പരുക്കാണ് എന്തെന്ന് നമ്മുടെ ഒരു ഒന്നാമത്തെ ഘടകം. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അയാളുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആവുന്നത്. യു ആർ എ മാൻ ബാർ, യു ആർ എ വുമൺ വിത്ത് സ്കാർ. ഒന്ന് രണ്ട് ചെറിയ മക്കൾ ഈ മുമ്പിലിരിക്കുന്ന ഒഴിച്ചെന്നാൽ ബാക്കി പരിക്കില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. ഈ പരിക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നോമ്പുകാലത്തൊക്കെ ഇയാളോട് ഇത്രയും കണക്റ്റ് ആവുന്നത്. എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. ആ പഴയകാലത്തെ യുക്തിവാദിയായിരുന്നു അമ്മായി എന്ന് പറയുന്നത്. ഇപ്പോൾ പള്ളിയിൽ പോകത്തില്ല, കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മായി ഇങ്ങനെ തിരിഞ്ഞിരിക്കും, സ്തുതി വാങ്ങത്തില്ല, അത്രയും യുക്തിവാദി. ഈ യുക്തിവാദിയായ അമ്മായി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരൊറ്റ ദിവസം മാത്രമാണ് ദുഃഖവെള്ളിയാഴ്ച. ഞങ്ങളുടെ പള്ളി ഒരു യേശുവിൻ്റെ ഒരു മരിച്ചു കിടക്കുന്ന രൂപമുണ്ട്, പാസ്ക് രൂപമുണ്ട്. കണ്ട ഒരാൾ മരിച്ചു കിടക്കുന്ന കണക്ക് തോന്നും. ഈ പൂങ്കാവെന്ന് പറഞ്ഞൊരു പള്ളിയാണ്. ആ ദുഃഖവെള്ളിയാഴ്ച വന്നിട്ട് ഇവരടുത്ത് വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കും. 364 ദിവസമല്ല, ഒരു ജീവിതത്തിനകത്ത് ഒരേ ഒരു ദിവസം വരെ കണക്റ്റ് ആവുകയാണ്. ഒറ്റ ദിവസം. അതിനകത്ത് നമ്മൾ ഈ മനുഷ്യനായിട്ട് കണക്റ്റ് ആവുന്നേ. അപ്പോൾ ഒന്നതാണ് പരുക്കൊക്കെ ഉണ്ടല്ലേ, ടിക്ക് എല്ലാവർക്കും ഉണ്ട്, അവരുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റുന്നൊരു എലമെൻറ്റ്. രണ്ട് പേർക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അടുപ്പം ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഷ ഒന്നായിരിക്കണം. ആർ വി സ്പീക്കിംഗ് ദ സെയിം ലാംഗ്വേജ്? അതാണ് രണ്ടാമത്തെ അന്വേഷണം. അതിൻ്റെ ഭാഷയുടെ പേരെന്താണ്? സുവിശേഷം. എന്താ സുവിശേഷം എന്ന് പറയുന്നത്? ലിബറേറ്റിംഗ് വേർഡാണ്. സമാധാനം തരുന്ന, സൗഹൃദം തരുന്ന, സ്വാതന്ത്ര്യം തരുന്ന വാക്കിൻ്റെ പേരാണെന്ത്? സുവിശേഷം. ഞാനൊരു ചെറിയൊരു മെസ്സിലാണ് അച്ഛൻ സൂചിപ്പിച്ച അഞ്ചപ്പം കണക്കൊരു കാര്യം കുറച്ച് കമ്മ്യൂണിറ്റിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ. അപ്പോൾ വോളണ്ടിയേഴ്സാണ് അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നത്. ഒരു 10-11 മണി ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്ലാസ് ഉടയുന്ന സ്വരം കേട്ടു. നോക്കുമ്പോൾ ഗ്ലാസ് പൊട്ടിക്കിടപ്പുണ്ട്. നോക്കുമ്പോൾ ആളില്ല, പൊട്ടിച്ച ആളില്ല. നോക്കുമ്പോൾ ഈ വാതിലിന് പുറകിൽ ഈ പൊട്ടിച്ച ആളിങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അവർക്ക് എൻ്റെ അതേ പ്രായമുണ്ട്, 56 വയസ്സുണ്ട്. കയ്യിൽ നിന്നൊരു ഗ്ലാസ് പൊട്ടുമ്പോൾ ഈ കുട്ടികൾ ഭയപ്പെടുന്ന കണക്ക് ഈ വാതിലിന് പുറകെ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ കാരണം എന്താണ്? അവർ തന്നെ പറയുന്ന കണക്ക് അവർക്കിങ്ങനെ ബട്ടർ ഫിംഗർ എന്നൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ എന്തെടുത്താലും കയ്യിൽ നിന്ന് വീഴും. അങ്ങനെ ചെറിയ പ്രായം തൊട്ട് എന്തെടുക്കുമ്പോൾ അവർ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് കളയരുത്, അത് പൊട്ടിക്കരുത്, ഇനി പിന്നെയും പൊട്ടിച്ചു. ഇങ്ങനെ പൊട്ടിച്ചാൽ എങ്ങനെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്? ഇങ്ങനെ ചെറിയ പ്രായം തൊട്ട് കേട്ട് കമ്പോളത്തിൽ 15 രൂപ പോലും കേവല മൂല്യമില്ലാത്തൊരു ചില്ല് ഗ്ലാസ് പൊട്ടിയതിൻ്റെ പേരിൽ 56-ാം വയസ്സിൽ ഒരു സ്ത്രീ നിന്ന് വിറക്കുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? അവൾ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് കേട്ടിട്ടില്ല? സുവിശേഷം കേട്ടിട്ടില്ല. സാരമില്ലെന്നൊരു വാക്ക് കേൾക്കാതെ നിങ്ങളുടെ ഉറ്റവർ കൂനിപ്പിടിച്ച് തെക്കോട്ടോ വടക്കോട്ടോ പോകുന്ന രാത്രിയോ എടുത്തു നോക്കുക. ഇത്രയൊരു വാക്ക് ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഈ ഭാഷ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. യേശു പുസ്തകം എടുത്ത് വായിച്ചില്ല. അന്ധർക്ക് കാഴ്ച കൊടുക്കാനും, ബധിരർക്ക് സംഗീതം കൊടുക്കാനും, മുടന്തർക്ക് നൃത്തം കൊടുക്കാനും. അതാ ഭാഷ. അതിനുവേണ്ടിയാ പുസ്തകം. ലിബറേറ്റ് പീപ്പിൾ. നോമ്പിൻ്റെ ആരംഭത്തിൽ കൃത്യമായിട്ട് യേശയ്യ പറഞ്ഞൊരു ഭാഗം, ഞാൻ ലാറ്റിൻ കോണ്ടക്സ്റ്റ് നിന്നാണ് വരുന്നത്, അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശയ്യ പറഞ്ഞൊരു വാക്കാണ് അന്നത്തെ ഫസ്റ്റ് ഇത് ആഷ് വെനസ്ഡേ ഉപയോഗിക്കുന്നത്. എന്താണത്? എല്ലാ നുകങ്ങളും എടുത്തു മാറ്റുന്നതാണ് ഞാൻ അഭിലഷിക്കുന്ന ഉപവാസം. എന്തൊരു സ്റ്റേറ്റ്മെന്റാ! നോമ്പെന്ന് പറയുന്നൊരു കാലം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെന്നൊക്കെ കരുതി ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കലൊക്കെ വാക്കാണെന്ത്? നോയമ്പ്. അതുകൊണ്ടല്ല, അത് കുഴപ്പമില്ലായിരുന്നു. ഇതിനാ ഉപവാസം വന്നേ. യേശുവിന് 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഈ യേശയ്യ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ പഴയ നിയമത്തിനകത്തൊന്നും അത്ര ഹൃദ്യതയുള്ള ഭാഗമൊന്നും ഇല്ലെന്ന്. അതിനകത്ത് വരുന്ന ഏതാണ്? നുഖങ്ങൾ എടുത്തു മാറ്റേണ്ടി 50 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾക്ക് സമാധാനവും സൗഹൃദവും തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് വിളിക്കുന്ന വാക്കാ ഉയർപ്പെന്ന് പറയുന്നത്. അല്ലാതെ എന്താ കഥ? ഈസ്റ്റർ ഞായറാഴ്ച ഞങ്ങളുടെയൊക്കെ ഒരു രീതിക്കകത്താണെങ്കിൽ ഇങ്ങനെ കുറേ പുകയൊക്കെ ഇട്ടിട്ട് അതിനിടെ കൂടി ഇങ്ങനെ പതുക്കെ യേശുവിൻ്റെ രൂപം ഉയർത്തും. അത്രയും ബോധമില്ലാതെ ഉയർത്തിയ ഒരാൾ സെൻറ്റ് സെബാസ്റ്റ്യൻ രൂപം ഉയർത്തിയ സംഭവം പോലും ഉണ്ട്. പൊങ്ങ് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് യേശു അല്ല. എന്ത് നാടകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്! ഉയർപ്പ് എന്തൊരു വാക്കാ!
എന്തൊരു വാക്കായി ഉയർപ്പെന്ന് പറയുന്നത്. 50 ദിവസം ഉയർപ്പിന് വേണ്ടിയാ, മനുഷ്യരെ ഉയർപ്പിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉയർപ്പിനെ കുറിച്ചുള്ള 4 ടെക്സ്റ്റുകളിൽ ഒന്ന് മാർക്കിൻ്റെ ടെക്സ്റ്റിനകത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നത് എന്താണെന്നറിയാവോ? കല്ലറ സ്ത്രീകൾ ചെല്ലുമ്പോഴേക്കും അവിടെ നിന്ന് മാലാഖയല്ല, പിന്നെ ആരാണ്? വെള്ളവസ്ത്രം ധരിച്ചൊരു ചെറുപ്പക്കാരൻ. നിങ്ങളാ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാർക്കിൽ മാത്രമേ പറയുന്നുള്ളൂ വെള്ളവസ്ത്രം ധരിച്ച ചെറുപ്പക്കാരൻ. അയാൾ എവിടെ നിന്ന് വന്നു? അയാൾ എവിടെ നിന്ന് വന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 പേജ് മുമ്പോട്ട് മറിക്കണം. മുമ്പോട്ട് മറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യേശുവിനെ പിടിച്ചുകൊണ്ട് പോയ രാത്രിയിൽ അതിനോട് കുറച്ച് ഇങ്ങനെ കൗതുകം ഉണ്ടായിരുന്ന, അവനോട് മമത ഉണ്ടായിരുന്ന ഒരാളിങ്ങനെ പുറകെ പോവുകയാണ്. ശിഷ്യരുടെ കൂട്ടത്തിൽ പെട്ടൊന്നുമല്ല. പെട്ടെന്ന് പട്ടാളക്കാർ ഇവനെ തിരിച്ചറിയുകയും അവൻ്റെ ഉടുപ്പിൽ കയറി പിടിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ ഉരിഞ്ഞിട്ട് ഓടിപ്പോയി. ആ നഗ്നനായിട്ട് ഓടിപ്പോയ ചെറുപ്പക്കാരനാണ് ഈ ഉയർപ്പിൻ്റെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞെന്ന് അവൻ ഉയർത്തു. എന്നുവെച്ചാൽ എന്താണ്? അത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ കഥ മാത്രമല്ല, യേശുവിനോടൊപ്പം നിന്ന് അപമാനിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെ ഉയർപ്പിൻ്റെ കഥയാണ്. ഇപ്പോഴും ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഈ വെള്ളവസ്ത്രം ധരിച്ച ചെറുപ്പക്കാർ, നഗ്നനായിട്ട് ഓടിപ്പോയ ചെറുപ്പക്കാർ എവിടെ പോയി? ആ ഉയർപ്പാണ്. അപ്പോൾ കൂടെ പാർക്കുന്നവർക്ക് ഇനി ഉയർപ്പ് കൊടുക്കുക എന്നുള്ളതാണെന്ത്? രണ്ടാമത്തെ ലിബറേറ്റിംഗ് വേർഡ് എന്നുള്ള. ഇപ്പം എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ അതാ ഓർത്തെടുക്കുന്നത്. പുള്ളി റിട്ടയർ ചെയ്യുന്നതിനൊരു 8-9 വർഷം മുമ്പ് തൊട്ട് ADP ആയിരുന്നു, എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്തും അടുത്തുള്ള ഈ സർക്കാർ വിദ്യാലയങ്ങളിലെ പേരൻസിനെ ഈ ജനുവരി ആദ്യം വിളിച്ചു കൂട്ടും, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനെ. എന്നിട്ട് പുള്ളി അവരോട് പറയും, ഒരു കാര്യം പറയാൻ വേണ്ടി നിങ്ങളെ വിളിച്ചത് എന്താണാവോ? 8ാം ക്ലാസ്സിലെ പരീക്ഷ കണക്ക്, 9ാം ക്ലാസ്സിലെ പരീക്ഷ കണക്ക്, ഒരു പരീക്ഷ മാത്രമാണെന്ത്? 10ാം ക്ലാസ്സിലെ പരീക്ഷ. ഒരു വ്യത്യാസമില്ല. നിങ്ങൾ പഴയ ഒരു സ്കീമിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ 10 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പം അതല്ല. ഇപ്പം 12 എന്തെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ശ്രദ്ധിക്കുന്ന മാർക്ക്. SLC ബുക്കിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന മറുക എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. വേറൊരു കഥയില്ല. ഇത് ഞാൻ പറയുമ്പോൾ കാര്യമായി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ പറയുമ്പോൾ അതിനകത്ത് കഥയില്ല. അതിനകത്ത് റെസ്പോൺസിബിൾ ആയ ഒരാൾ പറയുമ്പോൾ കിട്ടുന്ന സമാശ്വാസമുണ്ട്. എന്തൊരു ആശ്വാസമാണ് പേരൻസിന്. അത്രേ ഉള്ളരേ. ഇത് കയറുമ്പോൾ തൊട്ടിന് 10ലാണെന്ന് ഓർമ്മ വരണം, 10ലാണെന്ന് ഓർമ്മ വരണം. 8-ലും 9-ലും പറയാത്ത എന്താണ്? 9ലാണെന്ന് ഓർമ്മ വരാമല്ലോ, 5-ലാണെന്ന് ഓർമ്മ വരാമല്ലോ. പുള്ളിക്ക് കിട്ടിയ ഒരു ഉത്തരവാദിത്തത്തിനകത്ത് പുള്ളി ചെയ്ത കാര്യം ഈ മുഖം എടുത്ത് മാറ്റുകയായിരുന്നു. രണ്ടതാണ് ലിബറേറ്റിംഗ് വേർഡാ. ഒരു കുട്ടി അവനിങ്ങനെ ഭയങ്കര പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന കുട്ടിയാണ്. അവൻ്റെ ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്ന ഒരു അള്ളുണ്ടാക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ടയറൊക്കെ പൊട്ടിച്ച് കളയാൻ വേണ്ടി വെക്കുന്ന സംഭവം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തൊരള്ളാണ്. സയൻറ്റിസ്റ്റാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ അള്ളു കൊണ്ടുപോയി കൃത്യമായിട്ട് ഗ്രാമപാതയെ കൊണ്ട് വെച്ചു. ഒരു വാഹനം, ഒരു കാറ് വന്ന് കയറി, ബ്ലാസ്റ്റ്, സക്സസ്. ഭാവി കുറെ കൂടി ശോഭനമാകും, കാരണം പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നമുണ്ട്, ഒരാളും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതൊക്കെ പേടിച്ച് ചെന്ന് നോക്കുമ്പോൾ ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഇങ്ങനെ ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാൾ ഇങ്ങനെ ഇരിക്കുക, സ്റ്റിയറിംഗിൽ തലയച്ച്. ബാക്കിലൊരു സ്ത്രീ ഇങ്ങനെ കൂനിപ്പിടിച്ച് കിടപ്പുണ്ട്. അതൊക്കെ കൊട്ടി. പച്ച എന്തിൻ്റെ ക്രിമിയടിയാണ് ഈ നാട്ടുകാർക്ക് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഒരു ടയർ മാറാനുള്ള ആരോഗ്യമില്ല, അറിയത്തുമില്ല. കുട്ടി പേടിച്ചു. ബാക്കിൽ കിടക്കുന്ന ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ. കവലെ ചെന്ന് 1-2 പേരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്, നമുക്ക് നന്നാക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തന്നെ ഉത്സാഹ കമ്മിറ്റി വന്നിട്ട് ഇതെല്ലാം ചെയ്തു കൊടുത്തു. വണ്ടി നീങ്ങി. 2 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് നീങ്ങുന്നത്. പേടി മാറുന്നില്ല. എന്തെങ്കിലും അമ്മയ്ക്ക് പറ്റുമോ? സൈക്കിൾ ചവിട്ടി പുറകെ ചെന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ വളപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ശ്രദ്ധിച്ചു, ഇതേ അമ്മയെ വെള്ളപതപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. ഇതൊരു കുട്ടിയുടെ കാര്യം ബുദ്ധിമുട്ടിലായി. പഠിക്കാതെയായി, കളിക്കാതെയായി, കുളിക്കാതെയായി, ഇങ്ങനെ കൂനിപ്പിടിച്ചിരിപ്പാണ്. ഒരു കൗൺസിലിങ്ങിന് പോയപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ അതിങ്ങനെ തോണ്ടിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്, ആ കാരണവരെ കണ്ടെത്തി മാപ്പ് പറയുക. അങ്ങനെ അച്ഛനും മോനും കൂടി ഈ കാരണവരെ കണ്ടെത്തി മാപ്പ് പറയാൻ പോയി. അവിടെ ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് പാർക്കുന്നുണ്ടാ. കുട്ടി ഈ കാരണവരുടെ അടുക്ക ചെന്ന് മുട്ടുമെന്നിട്ട് പറഞ്ഞു, വല്യപ്പച്ച, അന്ന് ആ വഴിയിൽ അള്ളു വെച്ച ഞാനാ, അതുകൊണ്ടാണ് വണ്ടി വൈകിയതും അമ്മ മരിച്ചതും. ഒരു വാവിട്ട് കരയുക. അയാൾ ഈ കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ,
ആരോടും പറയാത്ത ഒരു രഹസ്യം ഞാൻ നിന്നോട് പറയട്ടെ. എന്താണത്? അമ്മയെ ആശുപത്രിയിലേക്ക് എടുക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നൊന്ന് കാണിക്കാമെന്ന് കരുതി. അതുകൊണ്ട് നീ വിഷമിക്കരുത്, നന്നായിട്ട് പഠിക്കണം, നല്ല മിടുക്കനാവണം. ഈ നുണയാണോ സത്യമാണോ? മക്കളെന്താ പറയുന്നു? വെറും നുണയല്ല മക്കളെ, കല്ല് വെച്ച നുണ അല്ലേ? ഈ കല്ല് വെച്ച നുണയുടെ പേരാണെന്ത്? സുവിശേഷം. കല്ല് വെച്ച നുണ. എൻ്റെ ഒരു സ്നേഹിതൻ, അയാളുടെ പെങ്ങളുടെ കുട്ടിക്ക് ക്യാൻസർ ഉണ്ടായപ്പോൾ അമ്മാവനും ക്യാൻസർ ആണെന്നും പറഞ്ഞുകൊണ്ട് അവൻ പോകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കൂടെ പോയിരുന്നു. ആ ഒരു ഘട്ടം കഴിയുന്നത് വരെ അച്ചക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകും. ഇത്തരം നുണകളുടെ പേരാണെന്ത്? സുവിശേഷം. ലിബറേറ്റിംഗ് വേർഡ്. അതുകൊണ്ടാണ് നടപടി പുസ്തകം ഇങ്ങനെ ആരംഭിക്കുന്നത്: അവർ പറയുന്ന ഭാഷ നമുക്കൊക്കെ മനസ്സിലാവുന്നു. എല്ലാവർക്കും പിടുത്തം കിട്ടുന്ന ആ പുതിയ ഭാഷയെ വീണ്ടെടുക്കണ്ടേ, അല്ലെങ്കിൽ ആ പഴയ ഭാഷയെ വീണ്ടെടുക്കണ്ടേ? രണ്ടതാണ്. 3, ഒരേ അവബോധം. എനിക്കൊരു 20 വയസ്സൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് നൗഷെറ്റെന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷമുണ്ട്. കുറച്ചൊരു റിഗറസ് ഒരു ലിവിങ്ങിന് വേണ്ടി എന്ന് കരുതപ്പെടുന്നൊരു കാലമാണ്. പഠിത്തമൊന്നുമില്ല, കുറച്ചിങ്ങനെ എന്താ പറഞ്ഞത്, ജോലിയും പ്രാർത്ഥനയൊക്കെ മാത്രമേ ഉള്ളൂ. ഇത്തിരി പുസ്തകങ്ങളുണ്ട്, എല്ലാം കൂടി ഒരു 10-12 പുസ്തകങ്ങളുണ്ടാകും അവിടുത്തെ ഒരു ലൈബ്രറിയിൽ. അന്ന് രാവിലെ ഞാനെടുത്ത് വായിക്കുന്ന പുസ്തകം രാമകൃഷ്ണ പരമഹംസൻ്റെ പുസ്തകമാണ്. എന്നിട്ട് ഉച്ചയായിട്ടും അത് വിട്ടുകളയാൻ തോന്നിയില്ല. ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, കഴിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വൈകുന്നേരം വരെ ഇരുന്ന് ഒറ്റ ഇരുന്നത് വായിച്ചു. വൈകുന്നേരം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ 2-3 പേജ് കൂടിയേ ഉള്ളൂ, ആ ജീവചരിത്രം പൂർണ്ണമാകാൻ പോവുകയാണ്. പക്ഷെ അവിടെ വെച്ച് ഇങ്ങനെ വായന പതുക്കെ മുറിയുകയാണ്. ഇതാണത്. അവസാന കാലങ്ങളിൽ ഈ ഗുരുവിൻ്റെ തൊണ്ടയിൽ അർബുദം പിടിപെട്ടു. ഒരിറ്റ് വെള്ളം ഇറക്കാൻ പറ്റാതെ ഈ ഗുരു ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപാസകരാ, ആ കുറിൽ വിവേകാനന്ദ ഉൾപ്പെടെ ഉണ്ട്. അവരദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുജി അങ്ങ് പ്രാർത്ഥിക്കുക, ഒന്നിനും വേണ്ടിയല്ല, ഒരിട്ട് വെള്ളം ഇറക്കാനുള്ള സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശരി, പ്രാർത്ഥിക്കാം. എന്നിട്ട് അയാളിങ്ങനെ കണ്ണ് പൂട്ടി ധ്യാനത്തിലേക്ക് വഴുതിപ്പോയി. അവിടുന്ന് ഞെട്ടി എണീക്കുന്ന വാവിട്ട് കരഞ്ഞുകൊണ്ടാണ്. അത്ഭുതകരമായി എന്തോന്ന് സംഭവിച്ചതായിട്ട് അതിൻ്റെ ഉപാസകർക്ക് തോന്നി. അവർ പറഞ്ഞു, ഗുരുജി അങ്ങേക്ക് സൗഖ്യം കിട്ടിയെന്ന് കരുതിക്കോട്ടെ. അത് പറഞ്ഞു, ഇല്ല, സൗഖ്യമൊന്നും കിട്ടിയില്ല. പിന്നെയോ, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഭഗവാനെ ഒരിട്ട് വെള്ളം ഇറക്കാനുള്ള സമാധാനം തരണമേ. ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, രാമകൃഷ്ണ, രാമകൃഷ്ണ ആരാ നിന്റെ ചുറ്റിന് നിൽക്കണത്? എൻ്റെ ഉപാസകര്. അവർ ഭക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നടക്കുന്നുണ്ടോ? ഉണ്ട്. രാമകൃഷ്ണ, അവരിലൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ശ്വസിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീ തന്നെയാണല്ലോ. നിനക്കെന്തിനാടാ സൗഖ്യം? സങ്കടമല്ലാത്ത എന്തോ ഒരു കാരണം കൊണ്ട് നമുക്കൊരു കരച്ചിൽ വരികയാണ്. സങ്കടമല്ലാത്ത എന്തോ ഒരു കാരണം. എന്നിട്ടോ ഒരു വരി പിന്നെ മുമ്പോട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഈ കണ്ണൊക്കെ കവിഞ്ഞൊഴുകുമ്പോൾ ഈ പുസ്തകമൊക്കെ വായിക്കുക എളുപ്പമല്ല. അതാണ് പാഠം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങൾ ആരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചോ, അയാളൊരു ഘട്ടം തൊട്ട് നിങ്ങളോട് മിടിക്കണ്ടേ. ദി അതർ ക്രൈസ്റ്റ്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പുണ്യവാൻ പുരോഹിതന്മാരെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കാണ് സെന്റ് അഗസ്റ്റിൻ, ഓൾത്തർ ദി അതർ ക്രൈസ്റ്റ്. വാസ്തവത്തിൽ അവനിലേക്ക് എത്തിയ എല്ലാവർക്കും വേണ്ടിയുള്ള വാക്കാണ് എന്താ? ദി അതർ ക്രൈസ്റ്റ്. അതാണ് സങ്കല്പം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഉള്ള പകരക്കാരനാവുക. ദി അതർ ക്രൈസ്റ്റ്. പൗലോസ് പറയുന്നില്ലേ, നിങ്ങൾ യേശുവിൻ്റെ ഗന്ധമാണ്, നിങ്ങൾ യേശുവിൻ്റെ ഗന്ധമാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ ഗന്ധം കിട്ടുന്നത് ഇപ്പം കിട്ടത്തില്ല. കാരണം എല്ലാവരും കുളിച്ചൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. സാമാന്യം തണുപ്പുള്ളൊരു സന്ധ്യ കൂടിയാണിത്. എപ്പോഴും നമുക്ക് നമ്മുടെ ഗന്ധം കിട്ടുന്നത് വിയർക്കുമ്പോഴാണ്. ജീവിതത്തിൻ്റെ ക്രൈസിസ് മൂമെൻറ്റിൽ നിങ്ങളിന്ന് വരുന്ന ഗന്ധം ആരുടേതാണ്? ഈ ആൺകുട്ടികളുടെ പരീക്ഷാ ഹാളിലൊക്കെ
ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ വരുന്നൊരു ഗന്ധമുണ്ട്. കനികന്മാർക്ക് ഒന്നിൻ്റെ ഉത്തരം അറിയത്തില്ല, കെട്ടിടത്തിന് ഉത്തരം ഒഴികെ. അപ്പോൾ വരുന്നൊരു ഗന്ധമുണ്ട്. ഈ വിയർക്കുമ്പോൾ വരുന്ന ഗന്ധമായിരുന്നത്. ഡിഡ് യു സ്മെൽ ക്രൈസ്റ്റ്? ഒരു കാര്യം ഓർത്തോളണം, ഒരു 3 നൂറ്റാണ്ടോളം ഇത് അടിമകളുടെ മതമായിരുന്നു. മരപ്പണിക്കാരുടെയും മുക്കുവരുടെയും പേരില്ലാത്ത കൂലിപ്പണിക്കാരുടെയും ഒക്കെ മതമായിരുന്നു. എന്നിട്ടോ അവരെ നോക്കിക്കൊണ്ട് വേദപുസ്തകം പറയുന്നതാണ് നിങ്ങൾ യേശുവിൻ്റെ ഗന്ധമാണ്. പണി ചെയ്യുന്ന മനുഷ്യരുടെ വിയർപ്പിന് കാര്യമായിട്ടൊരു മതിപ്പ് ഒരു കാലത്തും ഇല്ല. അല്ല, വിയർപ്പാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നല്ലേ നിങ്ങൾ കാണുന്ന എല്ലാ പരസ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ വിയർക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്ന ചൂരെന്നാ, അയാൾക്ക് എന്തൊരു ചൂര. അതിനകത്ത് കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു വാക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കണം. പക്ഷെ പ്രശ്നം ഈ പശുത്തൊഴുത്ത് കഴുകുമ്പോഴും പന്നിക്കൂട്ട് വൃത്തിയാക്കുമ്പോഴും ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. എന്തൊരു ചൂര എന്ന് വെച്ചാൽ വിയർക്കുമ്പം മനുഷ്യർക്കും മൃഗത്തിനും ഒരേ ഗന്ധമാണ്. എന്നിട്ടോ ഈ വിയർപ്പ് ഗന്ധം മാത്രമുള്ള മനുഷ്യരെ നോക്കിക്കൊണ്ട് ഒരു ബോധപൂർവം വിയർപ്പിലേർപ്പെട്ട, ബോധപൂർവം ലോഹപ്പണിയിലേർപ്പെട്ട ഒരു മനുഷ്യൻ, പോളെന്ന അയാളുടെ പേര്, അയാൾ ഒരിക്കൽ പണ്ഡിതനായിരുന്നു. ഇപ്പം അയാൾ കൈകൊണ്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. മറ്റൊരു വിയർപ്പുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കാണ് എന്ത്? നമ്മൾ യേശുവിൻ്റെ ഗന്ധം. വിയർക്കുമ്പോൾ വരുന്ന ഗന്ധം എന്താ? ഒരു ദിവസം രാത്രി ഒരു അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ഒരു മോനായിട്ട് വന്ന്, 2 കൂട്ടുകാരും ഉണ്ട്. നാളെ അവൻ്റെ മനസ്സമ്മതമാണ്, പള്ളി വെച്ച് വാക്ക് കൊടുക്കണം. ഇപ്പോൾ രാത്രിയായപ്പോൾ അവൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, എടാ നീ പള്ളി വെച്ച് വാക്ക് കൊടുക്കുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു ഭൂതകാലമുണ്ട്. അവളിങ്ങനെ ചെറിയ പ്രായത്തിൽ ആരുടെ കൂടെയൊക്കെ പോയി പാർത്തിട്ടുണ്ട്. കേട്ട മാത്രയിൽ അപ്പനും അമ്മയും കുരിശ് വരച്ചു. എന്നിട്ട് പറഞ്ഞു, എത്ര കൃത്യമായ സമയത്ത് നീ ഓരോന്ന് കാണിച്ചു തരുന്നു. അവൻ പറഞ്ഞു, ഇത് കൃത്യമായ സമയമല്ല, കാണിക്കുന്ന ദൈവമല്ല. എന്ന് വെച്ചാൽ നാളെ എന്നൊരു ദിവസമുണ്ട് ഞാൻ പള്ളി വെച്ച് അവൾക്ക് വാക്ക് കൊടുക്കും. തർക്കം നീളുന്നു. പാതിരയാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവനെയും കൂട്ടി വന്നിരിക്കുകയാണ്. കഥയൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു കൊടുക്കച്ചാ, ഓരോന്നായിട്ട് ദൈവം കാണിച്ചു തരുമ്പോൾ അവൻ്റെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ? അവർ പറയുന്നിടത്ത് ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞടാ, അവർ പറയുന്നത് എന്താ കുഴപ്പം? പറഞ്ഞാ, ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താൻ തയ്യാക്കൊരു അവസരം കൊടുക്കുന്നു, ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു. വേണ്ടെന്ന് വെക്കണം. റിപ്പീറ്റ്. ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താൻ തയ്യാക്കൊരു അവസരം കൊടുക്കുന്നു, ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു, ഞാൻ വേണ്ടെന്ന് വെക്കണം. ഞാനിങ്ങനെ കണ്ണുപൂട്ടി, എത്ര കണ്ണുപൂട്ടിയിട്ടും ഈ കണ്ണ് നിറഞ്ഞൊഴുകും തടയാൻ പറ്റുന്നില്ല. ഇത്ര അടുത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ ഗന്ധം കിട്ടിയാണ്. ദി യങ് മാൻ സ്മെൽഡ് ക്രൈസ്റ്റ്. എന്നെ കുറച്ച് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവര് അവർക്ക് ഈ ഒരു കഥ ഇത്തിരി കേട്ടിട്ടുണ്ടാവും. കാരണം കുറച്ചിങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുള്ള കഥയായത്. പക്ഷേ ഈ കഥയ്ക്ക് ഒരു 2ാം ഭാഗമുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് അതൊക്കെ വൈൻഡ് ചെയ്യാം. ഇതിങ്ങനെ കോവിഡിൻ്റെ സമയമാണ്. എനിക്ക് എൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യമായിട്ട് ഇങ്ങനെ ഒന്നും പുറത്തു പോകാതൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ തപ്പി ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനൊരു കഥ ഞാനിങ്ങനെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അച്ഛൻ പറയുന്നത്. എന്നിട്ടോ ഞാനും എൻ്റെ ഭാര്യയും 2 നാട്ടിലാണ്.
വിദേശത്ത്. അവധിക്ക് ഒരുമിച്ച് വരാൻ വേണ്ടി തീരുമാനിച്ചു. വന്ന് അന്ന് സന്ധ്യയ്ക്ക് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടിട്ടുണ്ട്, അത് നിങ്ങളുടേതാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്തൊരു സിറ്റുവേഷനാണ്. മറ്റേതെന്തൊരു ചെറിയ കഥയാണ്. അപ്പം അയാളും അത് തന്നെ ഉള്ളിലോർത്തത്. ഞാൻ കേട്ടോണ്ടിരുന്ന കഥയുടെ കൊല്ലപ്പരീക്ഷ, മറ്റേ ക്ലാസ് ടെസ്റ്റായിരുന്നു, ഇത് കൊല്ലപ്പരീക്ഷ. കുഴിബോംബി ചവിട്ടുന്ന കണക്കാണ്. ഈ ചവിട്ടിനിടം ചെതറിപ്പോവും. വേണമെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വാതിലടക്കുക, പുറത്തേക്കുള്ള വഴി കാണിക്കുക, വാതിലടക്കുക. ഇല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ജയിക്കാം. ഒന്നുകൂടി അവളിങ്ങനെ ചേർത്ത് പിടിക്കുക. ഞാൻ രണ്ടാമത്തത് തീരുമാനിച്ചു. ആ സന്തോഷം അച്ഛനെ കണ്ട് പറയണമെന്ന് അവൾ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും തപ്പിപ്പിടിച്ച് വന്നത്. അത് ഹോളി വീക്കിലെ തിങ്കളാഴ്ചയായിരുന്നു. ഇതായിരുന്നു വിശുദ്ധ വാരം. അയാൾ ചെയ്ത കാര്യമാണ്. യേശുവിൻ്റെ ഗന്ധമുള്ള മനുഷ്യരുടെ ഗോത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ദർ ട്രൈബ് ഇൻക്രീസ്, അങ്ങനൊരു ഫ്രേസ് ഉണ്ട്. അവരുടെ ഗോത്രം വർദ്ധിക്കട്ടെ. മേ ദർ ട്രൈബ് ഇൻക്രീസ്. അപ്പം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരേപോലത്തെ പരുക്കുണ്ട്. 2, നമ്മൾ ഈ കാത്തലിക് രീതിയിലൊക്കെ പഞ്ചക്ഷതങ്ങൾ വരുന്ന അങ്ങനെയാണേ. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. അൾട്ടിമേറ്റ് ഗിഫ്റ്റായിട്ട് നമ്മൾ എന്ത് കരുതുന്നത്? യേശുവിൻ്റെ മുറിവുകൾ കിട്ടുക എന്ന് പറയുന്നല്ലേ അൾട്ടിമേറ്റ് ഗിഫ്റ്റാണ്. ഈ പഞ്ചക്ഷതം എന്ന് പറയുന്നത് ഈ 2 കൈയിലും 2 പാദങ്ങളിലും നെഞ്ചിലും തെളിയുന്ന മുദ്ര മാത്രമല്ല. നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ കാരണവന്മാർ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ അവരടുത്ത് പോയിരിക്കണം. എന്നിട്ട് കാലിൻ്റെ പെരുവരൽ തൊട്ടിങ്ങനെ തടവി തുടങ്ങണം. ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുള്ള നഖങ്ങൾ, വിണ്ടുകീറിയ കാൽപാദം തടവി മുട്ടോളം വരുമ്പോഴേക്കും കൈ മുമ്പോട്ട് പോകുന്നില്ല. കട്ടി തഴമ്പ. കാലാകാലങ്ങളായിട്ടിങ്ങനെ മുട്ടുമെന്നുണ്ടായ തഴമ്പ. മുമ്പോട്ട് പോകുമ്പോൾ ചുളിഞ്ഞ തൊലി, കുഴിഞ്ഞ കണ്ണ്, മറഞ്ഞു പോകുന്ന ഓർമ്മ. ആരാ? ഓർമ്മയുടെയും പ്രശ്നങ്ങളുണ്ട്, ഡിമെൻഷ്യയൊക്കെ ഉണ്ട്. ഇതാണ് പഞ്ചക്ഷതം. 1, 2, 3, 4, 5. നമ്മളിതിനെയൊക്കെ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പോയറ്റിക്കായിട്ട് സങ്കല്പിക്കുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് എ വെരി റോ ഫാക്ട്. എല്ലായിടത്തും പഞ്ചക്ഷതമുള്ള മനുഷ്യരാണ് നിൽക്കണം. എല്ലായിടത്തും അടിമുടി പരിക്കേറ്റ മനുഷ്യരാണ് ആ ബസ്സിൽ പോകുന്നവരും ആ സ്റ്റോപ്പിൽ നിൽക്കുന്നവരും ആ കടയിൽ ഇപ്പോഴും വിൽക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും വരുമെന്ന് നോക്കി നിൽക്കുന്നവരും. യേശു പ്രസക്തി ഉണ്ടാകുന്ന ഒരൊറ്റ ഘടകം കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പരിക്കേറ്റ മനുഷ്യരോടത്തോളം കാലം ഇയാൾ റെലവൻ്റാ. ഇപ്പൊ 1 കണക്റ്റാ. 2 ഭാഷ ഒന്നാണോ? ഈ ലിബറേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ കൂടെ ജീവിക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? പപ്പനൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് കണക്കാണ്, വീടിനകത്ത് ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ദ ഹോം വാസ് ഹെവൻലി. ഈ പത്രോസിന്റെ കയ്യിലൊക്കെ കൊടുത്തേക്കുന്ന താക്കോൽ നമ്മുടെ കയ്യിലുണ്ടെന്നേ. പത്രോസിന്റെ യേശു താക്കോലോട് പറയുന്നില്ല, നിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ താക്കോലുണ്ട്. ഈ 300 പേരുടെയും കൈവശം അവർ പാർക്കുന്ന ലോകത്തിന്റെ സ്വർഗത്തിന്റെ താക്കോലുണ്ട്. You will use it properly, elegantly. രാത്രി വൈകി വരുന്നൊരു പുരുഷൻ അല്ല സ്ത്രീക്ക് അയാൾ 2 തരത്തിൽ അഭിമുഖീകരിക്കാം. എവിടെ പോയി കിടക്കുകയായിരുന്നു? സന്തോഷമുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഇന്ന് ഓവർ ടൈം ഉണ്ടായിരുന്നല്ലേ, പോയി കുളിച്ചിട്ട് വാ, ഒരു കാപ്പി ഇട്ട് തരാം. അത് സ്വർഗമാണ്. എല്ലാ ദിവസവും രാവിലെ ഈ 50 ദിവസം എടുത്തിട്ട് നോക്കണം, ഈ കൈവെള്ളയിൽ വെച്ച് താക്കോലുണ്ട്, നീ എന്ത് ചെയ്തു? പത്രോസ് എന്ന് പറയുന്നത് ഈ സഭയുടെ റെപ്രസെന്റേഷൻ തുടങ്ങിയ മട്ടിൽ നമ്മൾ അതിനെ ചുരുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് എന്ന് പറയുന്ന അവനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ അഗ്രഗാമിയാണ്. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന മനുഷ്യനാണ്. അയാൾക്ക് കൊടുത്ത എല്ലാ ആശീർവാദം നമുക്കുള്ള ആശീർവാദം. ഇപ്പൊ 2 ഈ സുവിശേഷമാണ് ലിബറേറ്റിംഗ് പേഴ്സൺ ആണെന്നുള്ളതാണ് 2. 3 ഒരേ അവബോധം, ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. സെയിം കോൺഷ്യസ്നെസ്. ഒരു ദിവസം നിങ്ങൾക്ക് പിടുത്തം കിട്ടും, ക്രിസ്ത്യാനി ആകാനല്ല നിങ്ങളുടെ വിളി, പിന്നെയോ ക്രിസ്തു ആകാനാണ്. അന്ന് ജീവിതത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കും. On a fine morning,
പെട്ടെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഇങ്ങനെ യേശു ആകാനാണ് എൻ്റെ വിളി. രാത്രി പോയിട്ട് കൊളോസ്യൻസ് 1:26-27 വായിക്കണം. എന്താണ് കൊളോസ്യൻസ് 1:26-27? യുഗയുഗാന്തരങ്ങളായി മറച്ചുവെച്ച ഒരു നിഗൂഢത അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക്, ഈ ഇരിക്കുന്ന 100-200 പേരാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 100 പേര് കൂടി ഇരിക്കട്ടെ, ഒരു 300 പേര്, അവർക്ക് ഒരു ദിവസം പിടുത്തം കിട്ടുന്നു, ഒരു രഹസ്യം പിടുത്തം കിട്ടുന്നു. എന്താണത്? മഹത്വത്തിൻ്റെ കാരണമായ യേശു എൻ്റെ ഉള്ളിലുണ്ട്. അതിനുശേഷം നിങ്ങൾ പഴയതല്ല. അതിന് വിളിക്കുന്ന വാക്കാണ് പുതിയ നിയമം. യേശു ആകാനുള്ള സാധ്യതയുടെ പേരാണെന്ത്? പുതിയ നിയമം. ആരെ വിശുദ്ധരെന്ന് പറയുന്നത്? ആദിമ ക്രൈസ്തവർ അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്ന വാക്കാണെന്ത്? വിശുദ്ധർ. ക്രിസ്ത്യൻസ് യൂസ് ടു അഡ്രസ് ദംസെൽഫ് ആസ് സെയിൻറ്റ്സ്. പൗലോസിന്റെ കത്തൊക്കെ എടുത്ത് നോക്ക്, ഒരു സഭ വേറൊരു സഭയെ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ നാളെ മാർത്തോമ ചർച്ചിലാണ് രാവിലെ പോകുന്നത്. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാർത്തോമ സഭയിലെ വിശുദ്ധരെ ഞാൻ അഭിവാദ്യം ചെയ്യും. സെയിൻസ്. ഇത് 1-2 പേർക്ക് വേണ്ടി ചുരുങ്ങിയപ്പോഴാണ് ഈ കാനൈസേഷനൊക്കെ ഇത്ര പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് മാറിയത്, അല്ലേ? നാമകരണ പരിപാടിയൊക്കെ വലിയ ആഘോഷമായിട്ട് മാറാൻ കാരണം എന്താ? വല്ലപ്പോഴും സംഭവിക്കുന്ന ആഘോഷിക്കണം. ഇത് കോമൺ പ്രോപ്പർട്ടിയാണ്. ATM കൗണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാവൽ നിൽക്കുന്ന സെയിൻറ്റ്, കടയിൽ എടുത്തു കൊടുക്കുന്ന ഒരു സെയിൻറ്റ്, ഓട്ടോ ഓടിക്കുന്ന ഒരു സെയിൻറ്റ്, പഠിപ്പിക്കുന്ന ഒരു സെയിൻറ്റ്. ക്രിസ്ത്യൻസ് യൂസ് ടു അഡ്രസ് ദംസെൽഫ് ആസ് സെയിൻറ്റ്സ്. ആ സെയിൻസിന് പിടുത്തം കിട്ടുന്ന രഹസ്യം എന്താ? അല്ലെങ്കിൽ സെയിൻസിനെ സെയിൻസ് ആക്കുന്ന രഹസ്യമാണ് എന്ത്? മഹത്വത്തിൻ്റെ കാരണമായി യേശു എൻ്റെ ഉള്ളിലുണ്ട്. അത് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയാണ് 50 ദിവസം. വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ സീഡ് ഓഫ് ക്രൈസ്റ്റ്? വാട്ട് ഡിഡ് യു ഡു വിത്ത് യുവർ സീഡ് ഓഫ് ക്രൈസ്റ്റ്? നിന്റെ യേശു വിത്തുകൊണ്ട് നീ എന്ത് ചെയ്തു? ഇത്തിരി ഈർപ്പം കൊടുത്തിരുന്നെങ്കിൽ, ഇത്തിരി സൂര്യവെളിച്ചം കൊടുത്തിരുന്നെങ്കിൽ, ചെറിയൊരു പരിചരണം കൊടുത്തിരുന്നെങ്കിൽ അത് പൂക്കളായിട്ട് സുഗന്ധം കൊടുക്കുകയും പഴമായിട്ട് മധുരിക്കുകയും ചെയ്യില്ല. ഇതാണ് നമ്മുടെ 3ാമത്തെ വിചാരം, ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. യേശു ഒരു ബോധത്തിൻ്റെ പേരാണ്. യേശു ഒരു ബോധത്തിൻ്റെ പേരാണ്. അപ്പം 3താണ്. പ്രണയത്തിലും മിസ്റ്റിസിലും ഒക്കെ പറയുന്നൊരു കുഞ്ഞു കവിത പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ കവിത ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റിക്കിന് വളരെ ഇഷ്ടമായിരുന്നു. ജോണതൻ ക്രോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മങ്കിനത് വളരെ ഇഷ്ടമായിരുന്നു. എന്താണ് ആ കവിത? ഒരാൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോവുകയാണ്. ഒരു 2 ടീനേജേഴ്സാണ്. ഒരു കുഞ്ഞു കുടിലാവരുത്. ചെന്ന് കൊട്ടി. പകത്തുനിന്ന് അവൾ ചോദിച്ചു, ആരാ പുറത്ത്? അവൾ പറഞ്ഞു, ഞാനാ. അപ്പോൾ അവൾ പറഞ്ഞത്, കുഞ്ഞു കുടില, ഞാൻ തന്നെ കഷ്ടിച്ച് അതിനകത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പോയിട്ട് വാ, ഇവിടെ 2 പേർക്ക് ഇടവില്ല. അന്ന് അയാൾ അവിടം വിട്ട് പോയതാണ്. എന്നിട്ടോ 70 വർഷം അലഞ്ഞു. 70 വർഷങ്ങൾ അലച്ചിലുകൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ ഈ കുടിലൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. അയാളിങ്ങനെ കൂനിപ്പിടിച്ചാണ് വരുന്നത്. ഇതൊക്കെ എങ്ങനെ മറക്കാൻ? ചെന്ന് കൊട്ടി. അകത്തുനിന്നവരെ ശബ്ദം, അവരും വയസ്സായിട്ടുണ്ടാവും, ആരാ പുറത്ത്? അതൊക്കെ അതിന് ചിരിയാണ് വരുന്നത്. 70 വർഷം മുമ്പും ഇവർ ചോദിക്കുന്ന ഇതേ ചോദ്യമാണ്, ആരാ പുറത്ത്? മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? പക്ഷെ പെട്ടെന്ന് അയാളുടെ ചിരി മങ്ങി. ശരിക്കും താൻ ആരാ? അന്നത് ഞാനാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴോ? കഴിഞ്ഞ 70 വർഷങ്ങൾ അവളിൽ മാത്രം അർപ്പിച്ച് ജീവിക്കുകയായിരുന്നു. പറഞ്ഞതൊക്കെ അവളെക്കുറിച്ച്, പാടിയതൊക്കെ അവളെക്കുറിച്ച്, പ്രദക്ഷിണം വെച്ചത് അവളുടെ ഓർമ്മകൾക്ക് ചുറ്റും. ശരിക്കും താൻ ആരാ? അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. അയാൾ പറഞ്ഞു, പുറത്തു നിൽക്കണത് ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത്? സത്യമായിട്ടും നീ തന്നെയാണ്. സത്യമായിട്ട് നീ തന്നെ. കഴിഞ്ഞ 70 വർഷങ്ങൾ അയാളെ അവളാക്കി ട്രാൻസ്ലേറ്റ് ചെയ്തു, പരിവർത്തനം ചെയ്തു. അകത്തുനിന്ന് മുളകീർന്ന് കണക്കൊരു കരച്ചിൽ കേട്ടു. തനിക്കാകാവുന്ന വേഗത്തിൽ കാറ്റ് പിടിച്ച കണക്കൊരു സ്ത്രീ പുറത്തേക്ക് വന്ന് അയാളെ ഗാഢാലിംഗനം ചെയ്തു. യാത്രയുടെ ഒടുവിൽ നിന്റെ അങ്കണത്തിലെത്തുമ്പോൾ അകത്ത് നീ ചോദിക്കും, ആരാ പുറത്ത്?
പറഞ്ഞതൊക്കെ നിൻ്റെ വാക്ക. സാരമില്ല, പോട്ട, വിട്ടുകള, ഞാൻ ഇതൊക്കെ എന്നെ മറന്നു, കാപ്പി കുടിച്ചിട്ട് പോ. ചങ്ങാതി, പുലർത്തിയ നിൻ്റെ അവബോധം വല്ലാതെ വിയർത്തു പോയ 1-2 മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് നിൻ്റെ ഗന്ധം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് വന്നേ, ആണിപ്പാടുള്ള നിൻ്റെ കരം കൊണ്ട് ഉച്ചി തൊട്ട് പേരുകൾ വരുന്ന കൈ ഓടിച്ച്. എന്നിട്ട് ഞാൻ തന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ച് താഴ്ത്തും. ഇവിടെ വരുമ്പോൾ അയാൾ കൈ വലിക്കും. ചോരയും ചില ഒഴുകുന്നുണ്ട്. പച്ചമുറിവാണ്, വൂണ്ട് ഈസ് ഫ്രഷ്. ആ തണുപ്പിൽ തട്ടി അയാൾ കൈ വലിക്കുമ്പോൾ കൈ ഇങ്ങനെ കോർത്തിട്ട് ഞാൻ ചോദിക്കും, ഇനി പറ, ഞാൻ ആരാണ്? അയാൾ എന്താണ് പറയാൻ? ഒരു പക്ഷേ ഇത്ര മാത്രം, സത്യമായിട്ടും നീ ഞാൻ തന്നെയാണ്. സത്യമായിട്ടും നീ ഞാൻ തന്നെയാണ്. നോമ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഷ്ടിച്ചാവുന്നേ ഉള്ളൂ. ഇനിയുണ്ട് ഒരു 6 വാരം കൂടി. ഈ 6 വാരത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന പ്രാർത്ഥനാ വിചാരം ഇതാണ്. ഒടുവിൽ ഇങ്ങനെ പറയാനുള്ളൊരു ധൈര്യം എന്താണത്? ഞാനും നീയും ഒന്ന്. മടങ്ങിപ്പോകുമ്പോൾ യേശു ചില പ്രാർത്ഥനയില്ലേ, അപ്പം ഞാനും നീയും ഒന്നായിരിക്കുന്ന കണക്ക് അന്നവരും നമ്മളും ഒന്നായിരിക്കും. പെർഫെക്റ്റ് അദ്വൈതമാണ്. പെർഫെക്റ്റ് അദ്വൈതമാണ്. അതിലേക്കാണ് എല്ലാ യാത്രകളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നിലവിളികളും, എല്ലാ ഉപവാസവും. അയാൾക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാം. ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന്, ഇത്തിരി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഒരു പതിവ് രീതിയിൽ നിന്ന് ഇത്തിരി ഒന്ന് മാറിയിട്ട് ഒരു യോഗ പോസ് എന്നൊക്കെ പറയുന്നൊരു സംഭവത്തിൽ ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി കുഞ്ഞു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നീ എന്നെ അറിയണമേ, വേറെ ഒന്നുമില്ല. എല്ലാ പാരമ്പര്യങ്ങളും ആ പ്രാർത്ഥനയുണ്ട്. നീ എന്നെ അറിയുമോ? കണ്ണുപൂട്ടി പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും വാതിലടക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. അങ്ങനെ യേശു പഠിപ്പിച്ചിട്ടുള്ളത്.